ഹലോ ഗുഡ് ഈവനിങ് എവ്രിവൺ. നമ്മളെ യുണീക് ടോക്ക് 60 ആണല്ലേ ഇന്ന്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യാനോ. നെറ്റ്വർക്കിന്റെ എന്തോ ഒരു എറർ വന്നതാണ്. സൂം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പറ്റും. അതാണ് കേട്ടോ, സോറി. അപ്പോൾ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. അവിടെ ആരെയും വീഡിയോ മോഡിൽ കാണുന്നില്ല. ഇന്ന് നമ്മളെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സെഷൻ ആണ് ഇന്നല്ലേ. നമ്മൾ ആരും ഒന്നല്ല ക്ലാസ് എടുക്കുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ഇതിന് എല്ലാവരും ആ ഒരു എന്താ പറയാ, ആളുടെ ഒരു പുതിയൊരാളാവുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ, ആളെ സെഷൻ എങ്ങനെയാ മുന്നോട്ട് പോകുന്നുണ്ടാവുക നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. പറ്റുന്നവർക്ക് വീഡിയോ മോഡിൽ വരും കേട്ടോ. ആരും കാണുന്നില്ല. ഓക്കെ, മൂസിന മാം വന്നിട്ടുണ്ട്, ഫായിദ മാം വന്നിട്ടുണ്ട്. വേറെ ആരെങ്കിലും തിരക്കിലൊന്നും അല്ല എങ്കിൽ ശരി കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സ്പെഷ്യൽ ആണെന്നില്ലേ. നമ്മളാരും അല്ല ക്ലാസ് എടുക്കുന്നത്, നമ്മളെ സ്റ്റുഡന്റ് ആണെന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. നമ്മൾ ആ ഒരു പ്രൗഡ് ഫീൽഡാണല്ലേ. കണ്ടിട്ട് മൈക്കൊന്നും സോറി, നമ്മൾ ലാപ്പിലാവുന്ന സമയത്ത് പെട്ടെന്നെല്ലാം ചെയ്യാൻ പറ്റില്ല. ഫോണൊക്കെ മാറേണ്ടത് ബുദ്ധിമുട്ടാണ്, സോറി. അപ്പൊ നമ്മൾ ഫായിദ മാം ആണ് ഇന്ന് സെഷൻ എടുക്കുന്ന. നിങ്ങൾക്ക് അറിയുന്നുണ്ടോ, യുണീക് എക്സ് നമ്മൾ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അതിലൊരു ബെസ്റ്റ് പെർഫോമർ ബെസ്റ്റ് ട്രെയിനർ ഒക്കെ ആയിരുന്നു ഫായിദ മാം. ആളാണ് സെഷൻ എടുക്കുന്നത്. ടോപ്പിക് ആരെങ്കിലും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നോ? ഓവർ തിങ്കിങ് ടു പ്രൊഡക്ടിവിറ്റി എന്നുള്ള രീതിയിലാണ് വന്നിട്ടുണ്ടായത്. നമുക്ക് എല്ലാവർക്കും ഉള്ള ഇഷ്യൂ ആണത്. ഇനി വലിയവരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ, വെറുതെ ഇങ്ങനെ ആലോചിച്ചിരിക്കും ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ മുന്നോട്ട് എന്റെ കരിയർ എങ്ങനെയാവും. ഇതൊന്നും അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഒക്കെ നടന്നിട്ട് നിങ്ങൾ മിസ്ന ക്യാമറ ഷെയ്ക്ക് ആവണുണ്ട്. ഓക്കെ, സോറി സോറി ഗൈസ്. അപ്പോ നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ എല്ലാവർക്കും വന്നിട്ടുള്ള ആ ഒരു ഇഷ്യൂവിന്റെ സൊല്യൂഷൻ ആയിട്ട് എങ്ങനെയാണ് ഓവർ തിങ്കിങ്ങിൽ നിന്നും പ്രൊഡക്ടിവിറ്റിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാന്നുള്ള ഒരു കാര്യം കുറെ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടാണ് പറഞ്ഞിരുന്നാല് അല്ലെ. കുറെ നമ്മള് മാമിന്റെ ക്വാളിറ്റി നമ്മൾ കാണാറ് എല്ലാം പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ റിസർച്ച് നടത്തുക പറയൂലേ. ഒരു കാര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ 100% ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് ഫായിദ മാം. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ. ഇപ്പൊ സൂം സെറ്റ് ആവാത്തും എന്റെ ഇൻട്രോയിൽ വന്നിട്ടുള്ള കുറച്ച് വലിച്ചുകളും അതൊക്കെ ആള് കവർ ചെയ്തെടുക്കുന്നുള്ള കാര്യം എനിക്ക് കൺഫേം ആണ്. അത് ഫായിദ മാം ആണ്. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും മറ്റേ തലരെടുത്ത് രാമൻകുട്ടി എന്ന പോലെ ആള് പവർഫുൾ ആയി തന്നെ പോകും. അപ്പൊ നിങ്ങൾ ഓരോരുത്തരെയും സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ് കേട്ടോ. പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും. അപ്പൊ ഇല്ലേ നമുക്ക് നിങ്ങൾ എക്സ്പ്രഷൻ ഒക്കെ കണ്ട് നമുക്കൊന്നൊരു കംഫർട്ട് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുക. അപ്പോ എന്നും നമ്മൾ സെഷനിൽ 3 കാര്യങ്ങളാണ് പറയാറുള്ളത് യുണീക് ടോക്കിൽ പൊതുവായിട്ട്. മെയിൻ ആയിട്ട് ഒന്ന്, ഒരു കുട്ടിയുടെ മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ഇവിടെ ഇരിക്കുക. ഒരു ജഡ്ജ്മെന്റൽ സ്റ്റേറ്റ് അല്ലാണ്ട് ആൾ എങ്ങനെയാവും പറയുന്നുണ്ടാവുക. ഓക്കെ, അവര് സ്റ്റുഡന്റ് ആണ്, അപ്പൊ അവര് എത്ര രീതിക്കാണ് പെർഫോം ചെയ്യുന്നത്, ഏത് ലാംഗ്വേജ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർ പറയും, അങ്ങനെ ഫോക്കസ് ചെയ്യാണ്ട് ആ പറയുന്ന കണ്ടന്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. രണ്ടാമതായിട്ട്, ഒരു നിറഞ്ഞ കപ്പായിട്ട് നമ്മൾ എവിടെയും പോയിരിക്കരുത്. ടോക്ക് എന്നല്ല, നമ്മളെ ലൈഫിൽ എവിടെ പോകുന്ന സമയത്തും ഒരു എം ടി കപ്പായിട്ട് പോവാം. എപ്പോഴും നമുക്കൊരു നിറഞ്ഞ കപ്പിലേക്ക് കുറെ അങ്ങോട്ട് ഒഴിക്കാൻ പറ്റില്ല, പുറത്തേക്ക് തുളുമ്പി പോവില്ലേ ചെയ്യാം. ആ ഒരു കാര്യം നമ്മളെ ലൈഫിൽ മെയിൻറ്റെയിൻ ചെയ്യുക. എനിക്ക് എല്ലാ അറിവും ഉണ്ട്, ഞാൻ ഭയങ്കര അടിപൊളിയാണ് എന്നുള്ള വിശ്വാസം നമ്മൾ തന്നെ നിലനിർത്തി കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഒരു പുതിയ കാര്യം പഠിക്കാൻ വേണ്ടി പറ്റൂല. നമ്മള് ഭൂമിയിൽ ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ന വ്യക്തി അതിനെ സ്വീകരിക്കാൻ വേണ്ടി അത് റെഡി ആവേണ്ടതുണ്ട്. അതിനാണ് പറയുന്നത് നമ്മളൊരു എം ടി കപ്പായിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഒരു ഒന്നൊക്കെ ഇൻസ്ട്രക്ഷൻസ് ചിലപ്പോൾ ആരെങ്കിലും പുതുതായി കേൾക്കുമ്പോൾ ഇവരെന്ത് മറ്റു കുട്ടികളെടുത്ത് പറയുന്ന പോലെ ഇൻസ്ട്രക്ഷൻ ഒക്കെ പറയുന്നു. സിംപിളി ഇത്രയും ഒരു പച്ചയായിട്ടുള്ള മനുഷ്യനായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ. അപ്പൊ നമുക്ക് സെഷൻ എടുക്കാം. ഫായിദ മാമിനെ വെൽക്കം ചെയ്യാം. വിത്ത് ഓൾ ഹാർട്ട് ഗ്രാറ്റിറ്റ്യൂഡ്, വെൽക്കം മാം. ഫായിദ മാം മ്യൂട്ടാണ്. ഹലോ, താങ്ക് യു സോ മച്ച്. ഓഡിയബിൾ അല്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ അൽഹംദുലില്ലാ, ഒരു ഗ്രാറ്റിറ്റ്യൂഡോടെ തന്നെ തുടങ്ങാല്ലേ. നമ്മളുടെ എല്ലാ സെഷനിലും പറയുന്ന പോലെ തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡോടെ തന്നെ തുടങ്ങാം. അപ്പോൾ ഒരു കാഴ്ചക്കാരി അല്ലെങ്കിൽ കേൾവിക്കാരി ഒക്കെ ആയിട്ട് നമ്മളുടെ യുണീക്നെസ് പ്രോഗ്രാമിൽ ഫസ്റ്റ് ആ ഡോറ് തുറന്നതിലേക്ക് ഒരു എൻട്രി നടത്തിയതിന് ശേഷം ഇന്ന് അൽഹംദുലില്ലാ 16th ഈ ഒരു ഡേയിൽ ഇന്ന് ഒരു വളരെയധികം സന്തോഷത്തോടെയാണ് ഇന്ന് ഈ ക്ലാസ് ഞാൻ എടുക്കുന്നത്.
അപ്പൊ അതിന്റെ ഒരു സന്തോഷം എത്രമാത്രം എന്ന് ഞാൻ അനുഭവിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു സെഷനിൽ 60ാമത്തെ ഒരു സെഷൻ എടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അൽഹംദുലില്ലാ. പിന്നെ നമ്മളുടെ ഇന്നത്തെ ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ തിങ്കിങ്ങിനെ നമ്മൾ ഓവർ തിങ്കിങ്ങിനെ പ്രൊഡക്റ്റീവ് തിങ്കിങ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ ഇത് ഏതൊരു തരത്തിലാണ് ഈ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുപോവേണ്ടത് എന്നൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഇപ്പൊ പറഞ്ഞ പോലെ ഒരു എം ടി ആയിട്ട് ഇരിക്കുക. കാരണം ഇതിലുള്ള പലരും എന്നെക്കാൾ ഒരുപാട് അറിവുകൾ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അതൊക്കെ ഞാനാണ് ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾക്ക് മുമ്പിൽ, ഒരുപാട് ആളുകൾ എന്നെ അറിയാത്തവരാണ്. അപ്പോൾ എൻ്റെ പേര് ഫഹിദ ഷബീബ് എന്നാണ്. അപ്പോൾ ലൈഫ് കോച്ചാണ്, ഒപ്പം തന്നെ ഹീലിംഗ് തെറാപ്പിസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മളുടെ ചിന്തകളിനെ, നമ്മൾ പല സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നുകിൽ യാത്രയിലായിരിക്കും, ഇല്ലെങ്കിൽ കുക്കിങ്ങിലായിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ കുട്ടികളിനായിട്ട് അവരുടെ ഹോംവർക്ക് ചെയ്യിക്കുന്ന തിരക്കിലായിരിക്കും. പലരും പല സിറ്റുവേഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഒരു പ്രസന്റ് മൊമെന്റിലേക്ക് ശരിക്കും ഒന്ന് കൊണ്ടുവരണം. നമ്മൾ ഇതിൽ ചെയ്യുന്ന ഈ ഓവർ തിങ്കിങ്ങിൽ അല്ലെങ്കിൽ തിങ്കിങ്ങിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മളിനെ മനഃപൂർവ്വമായിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ഉള്ള കാര്യമാണ്. കാരണം എന്ത് കാര്യത്തിന് നമ്മൾ മനഃപൂർവ്വം നമ്മളായിട്ട് കോൺഷ്യസ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ. അപ്പൊ നമ്മളുടെ ചിന്തകളുടെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് അറിയാം. കൂടുതലും അത് മനസ്സിലാവുന്നത് നിസ്കാരത്തിന്റെ സമയത്തൊക്കെ ആയിരിക്കും. ചിന്തകൾ ഇങ്ങനെ ഓടിപ്പോവും, നമ്മൾ പിടിച്ചുകൊണ്ടുവരും, പിന്നെ ഓടിപ്പോവും, പിടിച്ചുകൊണ്ടുവരും. ആ ഒരു പാറ്റേൺ നമ്മൾ നിസ്കാരം കഴിയുന്നവരെ ചെയ്തുകൊണ്ടിരിക്കും. അത് പെട്ടെന്ന് എല്ലാവർക്കും അത് റിലേറ്റഡ് ആവും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞത് തന്നെ. അപ്പൊ അതുപോലെ ഈ ഒരു പ്രസന്റ് മൊമെന്റ്, ഇപ്പൊ ഉള്ള മൊമെന്റിലേക്ക് നിങ്ങളുടെ ചുറ്റുപാടുള്ള ശ്രദ്ധകളൊക്കെ നമ്മളൊന്ന് കൊണ്ടുവരിക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഒരു മെഡിറ്റേഷൻ എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഈ ഒരു പല പല സ്റ്റേജിൽ നിങ്ങളെ ചിലപ്പോൾ ഫുഡ് കഴിക്കുകയായിരിക്കും ചിലര്. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ ഇതെന്താ ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയിൽ എന്താണ് ഒരു മെഡിറ്റേഷൻ എന്ന് തോന്നുന്നു. അപ്പൊ അതൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ബ്രീത്തിങ് ചെയ്തിട്ട് നമ്മളുടെ ആ മൈൻഡിനെ ഒന്ന് കൊണ്ടുവരിക. പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരിക. ഒന്ന് നിങ്ങൾക്ക് അറിയാം, ഓപ്പൺ പൊസിഷനിൽ നമ്മളൊന്ന് റെഡിയായി ഒന്ന് ഇൻഹേൽ എക്സേൽ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി ഒന്ന് ഇരിക്കുക. നമ്മൾക്ക് വേണ്ടി നമ്മളൊന്ന് ഇരിക്കുക. ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ ഇരിക്കുക. ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, അധികം ടൈം നമ്മൾ ഒരു ബ്രീത്തിങ്ങിന് ചെയ്യുന്നില്ല. ഒരു 4 ടൈം എടുക്കുക. അത് നമ്മൾ കൗണ്ട് ചെയ്യുക. 1 2 3 4. അത് കൗണ്ട് ചെയ്യൽ പറയലല്ല, കയ്യിൽ ജസ്റ്റ് നമ്മൾ ബ്രീത്തിങ് ചെയ്യുമ്പോൾ മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് 4 നമ്പേഴ്സ് കൗണ്ട് ചെയ്യുക. ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ഒരു 7 നമ്പേഴ്സ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൗണ്ട് ചെയ്യുക. വളരെ ലേറ്റ് ആവരുത്, ബ്രീത്തിങ് എന്തായാലും പിടികിട്ടാതെ പോവും. അപ്പോൾ ഒരു 7 നമ്പേഴ്സ് കൗണ്ട് ചെയ്യുക. നിങ്ങൾ ബ്രീത്തിങ് പുറത്തേക്ക് ശ്വാസം വിടുമ്പോൾ ഒരു 8 നമ്പേഴ്സ് ഇങ്ങനെ ജസ്റ്റ് നിങ്ങളെ വിരലിൽ ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു 3 ടൈംസ് അത് ചെയ്യാം. വളരെ സിമ്പിൾ ആണ്. കാരണം നമ്മളുടെ ബ്രീത്തിങ് ആണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളുടെയും ഒരു കീ എന്ന് പറയുന്നത്, അല്ലെ? നമ്മളിനെ ഫുള്ളായിട്ട് നമ്മളുടെ ചിന്തകളെ കൊണ്ടുവരുന്നതിന്റെ, ചിന്തകളെ പിടിച്ചു നിർത്തുന്നതിന്റെ ഒക്കെ പവർ എന്ന് പറയുന്നത് ബ്രീത്തിങ്ങിലാണ്. ശരിക്കും അത് ഒരുപാട് പേർക്ക് ഇപ്പോൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. ബ്രീത്തിങ് എന്ന് പറയുന്നത്, മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒക്കെ ഒരു പവർ ആണ് എന്നുള്ളത്, ഒരു ടൂൾ ആണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അത് ചെയ്യാം, അല്ലേ? അപ്പൊ എല്ലാവരും ഒന്ന് കണ്ണുകളൊക്കെ ഒന്ന് അടക്കുക, ഒന്ന് ശാന്തമായിട്ട് ഇരിക്കുക. കണ്ണുകളൊക്കെ ഒന്ന് അടച്ച് നമ്മൾ ബ്രീത്തിങ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ മെത്തേഡിൽ ചെയ്യാൻ ഒന്ന് ശ്രമിക്കുക. ഓക്കെ, ഡ്രൈവിംഗ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്, അവര് ചെയ്യുന്ന ഡ്യൂട്ടി കറക്റ്റ് ചെയ്തു പോവുക. വീട്ടിൽ ഫ്രീ ആയിട്ട് ഇരിക്കുന്നവർ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉറങ്ങുന്നതിന് മുന്നേ ഒക്കെ ഇത് ചെയ്ത് നോക്കാം. നമ്മളുടെ ഏതൊരു സ്റ്റേജിലുള്ള, നമ്മളൊരു ഓവർ തിങ്കിങ്ങിലേക്ക് പോകുന്ന ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു ടിപ്പും കൂടിയാണ് ഈ ഒരു ബ്രീത്തിങ് ആക്ടിവിറ്റി. ഒരു 4 ടൈംസ് കൗണ്ട് ചെയ്യണം, 7 ടൈംസ് ഹോൾഡ് ചെയ്യണം, 8 ടൈംസ് നമ്മൾ എക്സ്ഹേൽ ചെയ്യണം. ഓക്കെ, പുറത്തേക്ക് ശ്വാസം വിടണം വായിലൂടെ. ഓക്കെ, കണ്ണുകളൊക്കെ അടക്കുക. ബ്രീത്ത് ഇൻ, hold your breath, breathe out. Once again, breathe in, hold your breath, breathe out. Once again, breathe in, hold your breath, breathe out.
നിങ്ങൾ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ തന്നെ ഇരിക്കുക. നിങ്ങളുടെ മൈൻഡിലേക്ക് പലതരത്തിലുള്ള ചിന്തകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ആ വരുന്ന ചിന്തകളെല്ലാം വരാൻ തന്നെ അനുവദിക്കുക. ആ ചിന്തകൾക്ക് പുറകെ നിങ്ങൾ പോകാതിരിക്കുക. നിങ്ങൾ നിങ്ങളെ ബ്രീത്തിലേക്ക് മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു 3 വട്ടം കൂടി നമ്മൾ ഇതേ തരത്തിൽ തന്നെ ബ്രീത്തിങ് ചെയ്യുക. കൗണ്ട് ചെയ്തുകൊണ്ട് തന്നെ ബ്രീത്തിങ് ചെയ്യുക. ബ്രീത്തിങ്, ഹോൾഡ് യുവർ ബ്രീത്ത്, ബ്രീത്ത് ഔട്ട്. Once again, breathe in, hold your breath, breathe out, breathe in, hold your breath, breathe out. നിങ്ങൾ കണ്ണുകളൊക്കെ പതുക്കെ തുറക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ മൈൻഡിനെ ഈ ഒരു സിറ്റുവേഷനിലേക്ക്, ഈ കറണ്ട് സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്നു. പലതരത്തിലുള്ള ചിന്തകളിൽ നിന്ന് ആ ശ്വാസത്തിലൂടെ നമ്മൾ കുറച്ചെങ്കിലും, മൊത്തമായിട്ടല്ല, കുറച്ച് നമ്മളിനെ ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് എല്ലാം നമ്മൾ മനഃപൂർവ്വം ബോധപൂർവം ചെയ്യണം എന്ന്. മൈൻഡ് ഇങ്ങനെ ഓടും, നമ്മൾ ബോധപൂർവം പിടിച്ചു കൊണ്ടുവരണം എന്ന്. നമുക്ക് ഒരു മനുഷ്യർക്ക് ശരാശരി 30,000 മുതൽ 1,00,000 വരെ തോട്ട്സുകൾ വന്നു പോകുന്ന പറയുന്നത്. അതിലൊക്കെ ഞാൻ ചിന്തിക്കുന്നു, 30,000 തോട്ട്സ് ഒക്കെ വരുന്നുണ്ട്, എനിക്ക് ആകെ 5-10 എണ്ണോ 20 എണ്ണോ, കൂടി വന്നാൽ 100 എണ്ണം, അതിലപ്പുറം പോവില്ല എന്ന് തോന്നുന്നു. ഈ തോട്ട്സ് എന്ന് പറഞ്ഞ് അത് പഠിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി, തോട്ട്സ് എന്ന് പറയുന്നത് ഒരു എസ്സേ പോലെ, ഒരു കഥകൾ പോലെ, ഒരു ഫിലിം പോലെ, സ്റ്റോറി വായിക്കുന്ന പോലെ അങ്ങനെ വരുന്നതല്ല. ഫ്ലാഷ് തോട്ട്സ് ആയിരിക്കും. കാരണം ഇപ്പൊ നിങ്ങൾ എന്നെ കാണുന്ന മൊമെന്റ് തൊട്ട് നിങ്ങൾ എന്നെ കുറിച്ച് കുറേ തോട്ട്സ് മിന്നി മറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇല്ലേ? ഇഷ്ടം പോലെ. എനിക്ക് നിങ്ങളെ ഓരോരുത്തരെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങളെ കുറിച്ചൊക്കെ, നിങ്ങളുടെ രീതിയെക്കുറിച്ച് അറിയില്ലെങ്കിൽ പോലും നിങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. നിങ്ങളുടെ പേരുകൾ, നിങ്ങളുടെ ഡ്രസ്സിങ്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങൾ എൻ്റെ ഫ്ലാഷ് തോട്ട്സിൽ ഇങ്ങനെ മിന്നി മറയുന്നുണ്ട്. നിങ്ങൾ എന്നെ സ്ലാങ് നോക്കുന്നുണ്ടാവും, എൻ്റെ കണ്ണെങ്ങോട്ട് പോകുന്നു, മൂക്ക് എങ്ങനെ, എൻ്റെ ഷോൾ എങ്ങനെ, ഞാൻ എവിടെ ഇരിക്കുന്നത്, ഞാൻ എന്താ പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് നമ്മൾ വിഷ്വല് പെട്ടെന്ന് നമ്മൾ കോപ്പി എടുക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ തോട്ട്സ് ആയിട്ട് പോകുന്നത്. ഇതിൽ കൂടുതൽ 25 വയസ്സിന് 35 വയസ്സിനുള്ള ഒരു കാറ്റഗറി ഒരു ആളുകൾക്ക് വരുന്നത് 73% നെഗറ്റീവ് തോട്ട്സ്, അതായത് ഓവർ തിങ്കിങ് ആണ് എന്നാണ് പറയുന്നത്. ആ ഒരു ഏജ് ഉള്ളവർക്ക് വരുന്നത് 73% ഓവർ തിങ്കിങ് ഉള്ള ആളുകളാണ്. അതിൽ ബാക്കി വരുന്ന കാറ്റഗറി ഒരു 45 വയസ്സിന് മുകളിലേക്ക് വരെ പോകുന്നവരാണ്. ബാക്കി കുറച്ച്, അതായത് അവർക്ക് കുറച്ചും കൂടി പക്വത വന്നിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. അത് അങ്ങനെയാണ് സയന്റിഫിക്കലി പറയുന്നത്. അപ്പൊ നമ്മളുടെ ചിന്തകളെ ഇങ്ങനെ പിടിച്ചു നിർത്തുക എന്നൊക്കെ പറഞ്ഞാല് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പോലും പിടിച്ചു നിർത്തിയേ പറ്റൂ. പല കാര്യങ്ങൾക്കും പിടിച്ചു നിർത്തണം. ഒരു കുഞ്ഞൊരു സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു പറമ്പിലൂടെ ഇങ്ങനെ, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ജസ്റ്റ് വിഷ്വൽ ചെയ്യണം. അപ്പോഴാണ് എന്ത് കാര്യം എന്തൊരു കോമഡി ആണെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കേട്ടിരുന്നാൽ നമുക്കൊരു വികാരവും ഇല്ലാതെ ഇങ്ങനെ കേട്ടിരിക്കും. നമ്മൾ എന്ത് കാര്യം വിഷ്വൽ ചെയ്താലും നമുക്ക് അതിലൊരു കോമഡിയും ഒരു ഇഷ്ടം ഒക്കെ തോന്നുള്ളൂ. നിങ്ങളൊരു പറമ്പിലൂടെ ഇങ്ങനെ നടന്നു പോവാന്ന് പറയുമ്പോൾ നിങ്ങൾ ആ പറമ്പിലൂടെ നടന്നു പോകുന്നു, അങ്ങനെയല്ല. നിങ്ങൾ പറമ്പിലൂടെ നടന്നു പോകുന്നു, അത് നിങ്ങളുടെ ഉള്ളിൽ കൂടെ നിങ്ങൾ ബ്രെയിനായിട്ട് പോണം. ഈ ബ്രെയിൻ എന്ന് പറയുന്ന ആള് ഭയങ്കര രസകരമായിട്ടുള്ള ആളാ. ഇയാൾക്ക് നമ്മൾ എന്താ കൊടുക്കുന്നത്, നമ്മളുടെ പ്രസന്റ് എന്താണോ ഇമോഷൻ, അതാണ് അയാൾ വിചാരിക്കും. ഓക്കെ, ഇപ്പോ ഫഹീദ മാം ഇങ്ങനെയാണ്, ചിരിക്കുന്നു, ഇപ്പൊ ആള് ഹാപ്പിയാണ്, ക്ലാസ് കേൾക്കുന്നു, അത് എത്ര ഇഷ്ടമല്ലെങ്കിൽ ഇരിക്കുന്നു, അങ്ങനെയൊക്കെ. അതെന്താണോ പ്രസന്റ്, അതാണ് ബ്രെയിനിന് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ പറമ്പിലൂടെ പോണത് നമ്മൾ വിഷ്വൽ ചെയ്ത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ബ്രെയിൻ മനസ്സിലാക്കും, ഇവരിങ്ങനെ പറമ്പിലൂടെ പോകുന്നു. അപ്പൊ നമ്മൾ ബ്രെയിനായിട്ടൊരു ഗെയിമിലാണ്. അപ്പൊ നമ്മൾ പറമ്പിലൂടെ നടന്നു പോയി ഒരു ചലനമില്ലാതെ നല്ല വൃത്തിയുള്ള ഒരു കുളമാണ്, പായലൊന്നും കെട്ടിയിട്ടില്ല, നല്ല ഭംഗിയുള്ള കുളം. നിങ്ങൾ ആ കുളത്തിന്റെ സൈഡിൽ ഇങ്ങനെ പോയി നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ കാണുന്നുണ്ട് ഒരാൾ ഒരു കല്ലെടുത്ത് കുളത്തിലേക്ക് എറിഞ്ഞു. എന്താ സ്വാഭാവികമായിട്ടാ കുളത്തിൽ സംഭവിക്കുക? കുളത്തില് എനങ്ങാതെ കിടക്കുന്ന കുളത്തിലേക്ക് ഒരു കല്ലെടുത്ത് എറിഞ്ഞു. എല്ലാവരും അത് വിഷ്വലിൽ കണ്ടില്ലേ?
കുളത്തിലേക്ക് കല്ലിട്ട് ഓക്കെ എന്താ ഉണ്ടായത്? ഓളങ്ങൾ വന്നു. അത് അതിന്റെ ഓളങ്ങൾ ഇങ്ങനെ വന്നു, എൻഡായി, അത് അവസാനിച്ചു. നെക്സ്റ്റ് ഒരു കല്ലും കൂടി ഇട്ടപ്പോ എന്തുണ്ടായി? ഒന്നും കൂടി ശക്തിയായിട്ട് ഓളങ്ങൾ വന്നു, അത് എൻഡായി, അത് ഒരു ഇത്തിരിയും കൂടി അധികം സമയമെടുത്തു, അത് എൻഡായി, അത് അവസാനിച്ചു. നമുക്ക് തോന്നുകയാണ് അത് ശരിയായില്ല, കുളത്തിൽ ഇങ്ങനെ ഓളങ്ങളൊക്കെ ഉണ്ടാക്കി അത് നിർത്തണം, അത് ശരിയല്ല, ശരിയല്ല. നമ്മൾ കുളത്തിലേക്ക് ഇറങ്ങി എന്തിനു ഓളങ്ങളിൽ ഒന്ന് പിടിച്ചു നിർത്താൻ? എന്താ സംഭവിക്കുക? ഓളങ്ങള് ആകെ കുളം കലങ്ങി മറിയും. ഇതാണ് നമ്മളുടെ മൈൻഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് മൈൻഡിന് ഒരു സ്വാഭാവികത ഉണ്ട്, ചില കാര്യങ്ങൾ അംഗീകരിക്കാന്, ദേഷ്യത്തെ അംഗീകരിക്കാന്, വിഷമത്തെ അംഗീകരിക്കാൻ. ഇതൊക്കെ നമ്മളുടെ സ്വന്തം ദേഷ്യം അതെന്റെ മാത്രമാണ്, ഇങ്ങോട്ട് നമ്മളാണ്ട് ഏറ്റെടുക്കുകയാണ് ദേഷ്യത്തിന്. പിന്നെ കരച്ചിലായി, പരാതി, ഇതൊക്കെ നമുക്ക് വേണം. ഇതൊക്കെ ഉള്ള സ്റ്റേറ്റുകളാണ് നമുക്കൊരു മനുഷ്യന് വേണ്ടതാ. നമ്മളത് ഏറ്റെടുത്ത് അതണ്ട് ആഘോഷിക്കും. നെഗറ്റിവിറ്റിനെ ആഘോഷിക്കുന്നവരാണ് എല്ലാവരും. ഇപ്പൊ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ നെഗറ്റിവിറ്റിനെ ഫോക്കസ് ചെയ്യുന്നവരാണ്. അപ്പൊ നമ്മള് ആ നെഗറ്റീവ് കാര്യങ്ങളെ കണ്ട് ആഘോഷിക്കും. അപ്പൊ എന്തുണ്ടാവും? സ്വാഭാവിക നഷ്ടപ്പെട്ട് അത് ആകെ കലങ്ങി മറിയും. നിങ്ങൾ ഒരിത്തിരി ഒന്ന് തിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങളെ ഒന്ന് അനലൈസ് ചെയ്യുക. നമുക്ക് എന്ത് ചിന്തകൾ വരുമ്പോഴും ഒന്ന് അനലൈസ് ചെയ്യുക. ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മാം ഭയങ്കര അനലൈസിങ് ആയിരിക്കൂലേ വീട്ടിൽ. അങ്ങനെയല്ല, ഞാന് വർഷങ്ങൾ എടുത്തിട്ട് കണ്ടുപിടിച്ചതാണെന്ന് പറയേണ്ടി വരും. ഞാൻ കണ്ടുപിടിച്ചതല്ല, പക്ഷേ എൻ്റെ ലൈഫിൽ ഞാനത് അപ്ലൈ ചെയ്ത് തുടങ്ങിയത് കുറച്ച് സമയമായിട്ടേ ഉള്ളൂ. പക്ഷെ അൽഹംദുലില്ലാ അതിന്റെ റിഫ്ലക്ഷൻ കാണുമ്പോൾ നമ്മളിങ്ങനെ അന്തം വിടുമോ, ഇതൊക്കെ ഇപ്പൊ വർക്കിംഗ് ആണല്ലേ. അപ്പൊ എനിക്ക് മിസ്റ്റർ മാം പറഞ്ഞതുപോലെ അപ്പോഴേ ഞാൻ ആളുകളോട് പറയുള്ളൂ. കാരണം എന്ത് കാര്യം നമുക്ക് ഓക്കെ അല്ലാത്ത ഒരു കാര്യം നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കരുത്, ഞാൻ എപ്പോഴും പറയും. അത് നമുക്ക് നമ്മളുടെ ഉള്ളിനോട് ചെയ്യുന്ന ഒരു തെറ്റായിട്ട് എനിക്ക് ജനുവലി തോന്നുന്ന ഒരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല. എന്ത് കാര്യം അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഇതൊക്കെ ഉള്ള ആളാണെങ്കിൽ പോലും, ഇപ്പൊ തമാശക്കാണെങ്കിൽ പോലും ഞാൻ പറയും, ഈ കുട്ടികൾ ഇങ്ങനെ ആയിട്ട് മനുഷ്യന്മാർക്ക് ഒരു സ്വൈര്യം തരില്ലല്ലോ എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിലും സ്വൈര്യം കിട്ടുന്നുണ്ട്, അങ്ങനെ പറയും. ഇവരിരുന്ന് ചിരിക്കും, എനിക്ക് വല്ല കിളി പോയി എന്ന് വിചാരിച്ചിട്ട് ഒരു കുറച്ച് ഒരു സമാധാനം നിങ്ങളെ കൊണ്ടുണ്ടാ എന്ന് ഞാൻ ചോദിച്ചാൽ ഞാൻ തന്നെ പറയും സമാധാനമൊക്കെ ഉണ്ട്, ഇടയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും സമാധാനം ഉണ്ട്. ഈ നെഗറ്റീവ് വേർഡിന്റെ ഒപ്പം, കാരണം നമുക്ക് നെഗറ്റീവ് വേർഡ്സ് പറയുമ്പോൾ ഇപ്പൊ ഒരു പേടിയാണ്. കാരണം അത് അഫർമേഷനായി. ഇതിങ്ങനെ പഠിക്കും തോറും നമ്മൾക്ക് ഭയവും വന്നു തുടങ്ങി. പഠിക്കും തോറും എല്ലാ അഫർമേഷനാ, മിണ്ടാൻ പറ്റില്ല, അഫർമേഷനാന്ന് പറയും. അപ്പോ ചിന്തകൾ പോകുന്ന വഴി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പൊ ഓവർ തിങ്കിങ്ങിന് നിങ്ങൾ തോന്നുന്ന വിഷയത്തിൽ നിന്ന് ഇങ്ങനെ പോയി പോയി വേറെ സ്ഥലത്ത് എത്തിയെന്ന്. ഇതൊക്കെയാണ് ഇതിന്റെ വിഷയങ്ങൾ. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ കേൾക്കുന്നുണ്ടാവും ടൂൾസ് ചെയ്തില്ലേന്ന്. ഞങ്ങൾ ഫസ്റ്റ് മുതലേ കേൾക്കുന്നതാണ് ഈ ബാച്ചില്. അപ്പൊ നമുക്ക് ആ ടൂൾസ് ചെയ്തു ടിക് ടിക് ടിക്, അതല്ല. ടൂൾസ് ചെയ്യുന്നത് എന്താണെന്ന് റിയലായിട്ട് ടൂൾസ് ചെയ്തു വന്നിട്ടുള്ള ഒരാൾക്ക് അതിന്റെ റിഫ്ലക്ഷൻ അവരുടെ ലൈഫിൽ കാണുന്നുണ്ടായിരിക്കും. പല കാര്യങ്ങളും നടക്കില്ല എന്ന് തോന്നി നടക്കുന്നുണ്ടായിരിക്കും. മാനിഫെസ്റ്റേഷൻ ആണോ അറിയില്ല, പക്ഷെ നടക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മളുടെ സൃഷ്ടാവിനോടുള്ള ഒരു കണക്ഷൻ വരുന്നതാണ്, അല്ലാണ്ട് അതൊരു മാജിക് സംഭവിക്കുന്നൊന്നുമില്ല. അപ്പൊ ചിന്തകളെ നമ്മൾ പിടിച്ചു കെട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇത്തരം ഈ കലങ്ങുന്ന കുളത്തിന്റെ എക്സാമ്പിൾ പോലെ നമ്മൾ ഇതിങ്ങനെ കലക്കാൻ വേണ്ടി ഇറങ്ങണ്ട, അതിന്റെ സ്വാഭാവികതയിലേക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് തോന്നും ഇതെങ്ങനെയാണ് ഇതിനെ പിടിച്ചു കെട്ടുക? ചിന്തകൾ ഇങ്ങനെ വരില്ലേ, മനുഷ്യന്മാരല്ലേ, ചിന്തകൾ വരും, പ്രശ്നങ്ങൾ വരില്ലേ, എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യുക? നിങ്ങൾക്ക് ചിന്തകൾ വരണം, എല്ലാ ചിന്തകളും. ഇപ്പൊ എല്ലാ ചിന്തകളും ഓവർ തിങ്കിങ് ആണോ? നമുക്ക് ഡെയിലി ചിന്തകൾ വരും, ഇപ്പൊ ചിലവർ പറയും ഞാൻ ഭയങ്കര ഓവർ തിങ്കിങ് ആ. നിങ്ങൾക്ക് എല്ലാ ഡെയിലി ചിന്തകൾ വരുമ്പോൾ ഡെയിലി നിങ്ങൾ ഓവർ തിങ്കിങ് ഉള്ള ഒരാളാണെന്ന് നിങ്ങളെ പറയാണ്. അഫർമേഷൻ ആണ് കേട്ടോ, അതും അഫർമേഷനിൽ പെടും. ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ബാഡ് ആയിട്ടുള്ള കാര്യമാണ്. കുറച്ച് ബാഡ് ആണെങ്കിലും അത് പോസിറ്റീവ് ആയിട്ട് നോക്കുമ്പോൾ അത് വളരെ ബെറ്ററാണ്. ചിന്തകളെ എപ്പോഴും ബ്ലോക്ക് ചെയ്തതെന്ന് പറയണത് നമ്മൾ ചുറ്റുപാടില് മനുഷ്യന്റെ സൃഷ്ടാവിന്റെ പ്രൊഡക്ഷനിലുള്ള ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തയിൽ നിന്നുണ്ടായിട്ടുള്ളതാ. ആപ്പിള് തലയിൽ വീണു, സൈഡിൽ വീണു എന്നൊക്കെ പറയണ പോലെ ഉണ്ടായിട്ടുള്ളത് മൊത്തം ചിന്തകളിൽ നിന്ന്. അപ്പൊ ചിന്തകൾ ബ്ലോക്ക് ചെയ്യരുത്, പക്ഷെ ചിന്തകളെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകാതെ അതിനെ എങ്ങനെ പോസിറ്റീവ് ആക്കിയിട്ട് നിർത്താം എന്നുള്ളതാണ്. ഇതൊക്കെ ഞാനിപ്പോ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനും ഷെയർ ചെയ്യാനൊക്കെ തോന്നിയിട്ടാണ് ഈ ടോപ്പിക് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്.
കാരണം നമുക്ക് വരുന്ന കാര്യങ്ങൾ നമ്മൾക്ക് എങ്ങനെ ഇതിനെ മാറ്റം വരുത്താം, അതാണ് നിങ്ങളോട് ഷെയർ ചെയ്യണത്. അപ്പൊ എല്ലാ ചിന്തകളും, നമുക്ക് വരുന്ന ചിന്തകളൊക്കെ ഓവർ തിങ്കിങ് അല്ല. നമുക്ക് പർപ്പസ്ഫുള്ളി ഒരു പ്രോബ്ലം നമുക്ക് വന്നാൽ അതിന് പർപ്പസ്ഫുള്ളി നമുക്കൊരു സൊല്യൂഷൻ വേണം എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ് തിങ്കിങ്, ചിന്തകൾ. അതാണ്. എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളോട് ഒരാൾ വിളിച്ചിട്ട്, വളരെ വേണ്ടപ്പെട്ട ഒരാൾ വിളിച്ചിട്ട് പറയണം, എനിക്കൊരു 10,000 രൂപ ഇന്ന് ഒരു മണിക്കൂറിനുള്ളിൽ നീ ഒരു 10,000 രൂപ എനിക്ക് തരണം. നിങ്ങളുടെ കയ്യിൽ അത്ര ക്യാഷ് ഇല്ല. ആക്ച്വലി 10,000 രൂപ ഉള്ളവരുണ്ടായിരിക്കും കയ്യിൽ. അപ്പൊ നിങ്ങൾ 10,000 രൂപ ഒക്കെ കല്ല് വലിയ, എനിക്ക് കുഴപ്പമില്ല, എന്റെ കയ്യിലുണ്ട്, അങ്ങനെ വിചാരിക്കരുത്. അപ്പൊ അങ്ങനത്തെ ഒരു 1 ലക്ഷം 2 ലക്ഷം 1 കോടിയൊക്കെ വിചാരിച്ചോ. അപ്പൊ നിങ്ങൾക്ക് സെറ്റ് ആവുന്ന രീതിയിലുള്ളത് അങ്ങ് വിചാരിച്ചോ. 10,000 എന്റെ കയ്യിൽ ഉണ്ടല്ലോ, പിന്നെ എനിക്ക് അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ, അങ്ങനെ വിചാരിക്കരുത്. എന്താണോ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് അത് വിചാരിച്ചോ. അപ്പൊ നിങ്ങളോട് 1 ലക്ഷം ചോദിച്ചെന്ന് വിചാരിക്കുക. അപ്പൊ അയാള് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് നിങ്ങളത് കൊടുക്കും, നിങ്ങളിൽ നിന്ന് അത് കിട്ടും, 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു തരും. ആ ഒരു നിങ്ങള് ഉള്ള പ്രതീക്ഷ കൊണ്ടാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, എൻ്റെ കയ്യിൽ ഇന്ന് അതില്ല, അപ്പൊ ഞാൻ മറ്റാളിൽ നിന്ന് വാങ്ങിച്ച് ഇവർക്ക് കൊടുത്ത്, പിന്നെ 2 ദിവസം കഴിഞ്ഞ് അവര് തന്ന ഇവർക്ക് കൊടുത്ത്. അത് നമ്മളെ ചിന്ത വർക്ക് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ചിന്തിക്കുകയാണ്, അതെന്തിനാ, ഒരു പർപ്പസ്ഫുള്ളി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. എന്നിട്ട് അതിനൊരു ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അതിനൊരു എൻഡ് കിട്ടി. എന്താണ്, ഇയാളെ നിന്ന് വാങ്ങിച്ച് അയാൾക്ക് കൊടുത്താൽ 2 ദിവസം കഴിഞ്ഞ് അയാൾ തരും, തിരിച്ചു കൊടുക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ഞാൻ എനിക്ക് തന്നില്ലെങ്കിലും എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് എന്ത് വന്നു, ഒരു എൻഡ് വന്നു. ഒരു എൻഡ് ഉള്ള കാര്യങ്ങളൊക്കെ തിങ്കിങ് ആണ്, നല്ല ചിന്തകളാണ് നിങ്ങളുടെ. അത് നല്ല ചിന്തകളാണ്. അപ്പൊ അതിനെ ഓവർ തിങ്കിങ്ങിൽ പെടുത്താൻ പറ്റില്ല. ഇനി എൻഡ് കാണാത്ത തരത്തിലുള്ള ചിന്തകളുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ കോൾ ചെയ്തു, ആരാന്ന് ഞാൻ പറയണില്ല. അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഈ ഒരു ടോപ്പിക്കാ പറയണമെന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിനെ മനസ്സിൽ വിചാരിക്കുക, കോൾ ചെയ്തു, നമ്പർ ബിസിയാണ്. 2 വട്ടം കോൾ ചെയ്തു, നമ്പർ ബിസിയാണ്. ഹാഫ് ആൻ അവർ കഴിഞ്ഞ് കോൾ ചെയ്തു, നമ്പർ ബിസിയാണ്. എത്ര പ്രാവശ്യം വിളിച്ച് നമ്പർ ബിസി. നമ്മൾ മെസ്സേജ് അയച്ചു, ബ്ലൂ ടിക്ക് കണ്ടു, റിപ്ലൈ ഇല്ല. എന്തായിരിക്കും സ്വാഭാവികമായിട്ടും നമ്മളുടെ ആ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്തായിരിക്കും എടുക്കുക? അല്ലെങ്കിലും എന്റെ ഫോൺ എടുക്കാൻ പറ്റിയില്ല, ബ്ലൂ ടിക്ക് വരെ കണ്ടിട്ട് അതിനൊന്നും റിപ്ലൈ, നോക്കിയ സമയം റിപ്ലൈ ഒന്നും ഇട്ടിട്ട് പോയായിരുന്നില്ലേ? വെയിറ്റ് ചെയ്യ, ഒരു സ്മൈലെങ്കിലും, ഒരു ഇമോജിയെങ്കിലും ചെയ്തില്ല. പണ്ടും അങ്ങനെയാണ്, 4 കൊല്ലം മുന്നേ അങ്ങനെയായിരുന്നു. പണ്ടേ കണ്ടപ്പോൾ മുതലേ അങ്ങനെയാണ്. അത് ഇങ്ങനെ പോയി, കഴിഞ്ഞ സിറ്റുവേഷൻ പോയി, അതിന്റെ ബാക്കിലേക്ക് പോയി, പിന്നെയും നമ്മൾ വരികയാണ് ഇപ്പോ. എന്നാലും വരും. എന്നാലും ഇപ്പൊ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നമ്മളെ ചിന്ത എന്താ, എന്നാലും എന്നോടത് ചെയ്ത്, എന്റെ കോള് കണ്ടിട്ട് എത്ര നമ്പർ ബിസി ആണെങ്കിലും ഞാൻ എപ്പം മുതൽ വിളിക്കണതാ. പിന്നെ വീണ്ടും പഴയതിലേക്ക് പോയി. ഇങ്ങനെ എൻഡില്ല, അതിങ്ങനെ വരും. അതിനൊരു സൊല്യൂഷൻ ഇല്ല, ഒരു ഇൻസൈറ്റും ഇല്ല, നമുക്കൊരു ഗുണമേ ഇല്ല. ആ കാര്യം കൊണ്ട് നമുക്ക് നെഗറ്റീവ് ഇങ്ങനെ വർദ്ധിക്കുക, നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ കൂടുകയാണ്. ആ നെഗറ്റീവ് കൂടുമ്പോഴുള്ള കാര്യങ്ങൾ വേറെ വരുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതിനെയാണ് ഓവർ തിങ്കിങ് എന്ന് പറയുക. കുറച്ച് കഴിയുമ്പോൾ അയാൾ വിളിച്ചിട്ട് പറയും, നീ 2 പ്രാവശ്യം വിളിക്കുമ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ 3-മത്തെ പ്രാവശ്യം ഞാൻ നമ്മുടെ എവിടെ സിഗ്നലിലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഹൈവേയിലായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ ഒരു എമർജൻസി ഇന്ന കാര്യത്തിലായിരുന്നു. അപ്പൊ നമ്മളുടെ ചിന്ത സ്റ്റോപ്പായി. പക്ഷെ അത്രയും സമയം, ഒരു 1 അവർ ആണെങ്കിൽ 1 അവർ, 1 ഡേ ആണെങ്കിൽ 1 ഡേ, അത് നമ്മൾ ചിന്തിച്ച് 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 എത്ര മാക്സിമം നമ്മൾ പോസിറ്റീവ് നമ്മൾ ചിന്തിക്കൂല. അയാൾ എന്തെങ്കിലും തിരക്കിലായിരിക്കും, ചിന്തിക്കുന്നവരില്ല എന്നല്ല, ചിന്തിക്കുമായിരിക്കും. അതിൻ്റെ എളുപ്പം ഒരു 10 നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ ഒരു പോസിറ്റീവ് ചിന്തിക്കും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. എന്നാലും വരും. എന്നാലും എൻ്റെ ആ ബ്ലൂടിക്ക് കണ്ടപ്പോ ഒന്ന് റിപ്ലൈ ചെയ്യായിരുന്നു, അത് വരും. അപ്പൊ ഇങ്ങനെ നമ്മളെ ചിന്ത എൻഡില്ലാതെ പോവും. ഇങ്ങനെ എൻഡില്ലാതെ പോകുന്നതിനെയാണ് ഓവർ തിങ്കിങ് എന്ന് കറക്റ്റ് പറയാം. എന്തൊരു കാര്യത്തിനും എൻഡ് കിട്ടാതെ ഇങ്ങനെ ചിന്തിച്ച് പിന്നെ ബാക്കിലേക്ക് പോയി, അതിന്റെ ബാക്കിലേക്ക് പോയി, വീണ്ടും പ്രസന്റിലേക്ക് വന്ന് പിന്നെ ബാക്കിലേക്ക് ഇങ്ങനെ പോകുന്ന ഒരു ലൂപ്പ് ഉണ്ട്. ആ ലൂപ്പിൽ നമ്മൾ ഇങ്ങനെ എൻഡ് കിട്ടാതെ കറങ്ങിക്കൊണ്ടിരിക്കും. ഒരു ഗുണമില്ല നമ്മൾക്ക്. ആ എൻഡ് കിട്ടാത്ത ആ ലൂപ്പിൽ നമ്മൾ പെട്ടുപോവുകയാണ്. ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി, അല്ലെങ്കിൽ ഒരാളായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ നിന്ന് ഒരാൾ വിട്ടുപോയി, ഇല്ലെങ്കിൽ നമുക്കൊരു കോഴ്സ് എടുത്തിട്ട് അത് നമ്മൾക്ക് എന്തോ ഒരു ഫ്ലോപ്പായി, ഇല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു ഫ്ലോപ്പ് സംഭവിച്ചു, ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടെസ്റ്റിന് കൊടുത്തു, അത് പരാജയപ്പെട്ടു. ഇതൊക്കെ വരുമ്പോ
നമുക്ക് ആ ഒരു ദിവസം അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസം അതിന്റെ ഒരു വിഷമം ഉണ്ടായിരിക്കും. സ്വാഭാവിക മനുഷ്യന്മാർക്ക് ഉണ്ടായിരിക്കും. അതിനെ മോഡ് എന്നാണ് പറയുന്നത്. നമ്മൾ പറയാം ആളുടെ മൂഡ് അത്ര ശരിയല്ല കേട്ടോ എന്ന് പറയും. അത് സ്വാഭാവികതയാണ്. ആ മൂഡ് അത്ര ശരിയല്ല എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞ് ഇതേ പാറ്റേൺ തന്നെ, ഈ ഇരിപ്പ് തന്നെ. എന്നാലും നമ്മളെ മറ്റേ എന്നാലും ഇങ്ങനെ വരും. എന്നാലും മെയിൻ ആളാണ് നമ്മളെ ലൈഫിൽ. എന്നാലും ഇടക്കിടക്ക് ഇങ്ങനെ ഹലോ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ എന്നാലും വന്നാല് നമ്മൾക്ക് പകലൊക്കെ നമ്മൾ ബിസി ആയിരിക്കും പല കാര്യങ്ങളായിട്ട്. നമ്മളുടെ മുന്നിൽ എന്തെങ്കിലും ഒരു സ്ട്രഗിൾ ഉണ്ടെങ്കിൽ പകല് നമ്മൾ അത് ചിന്തിക്കുന്നുണ്ടെങ്കിലും നമ്മൾ വേറെ വർക്കിലാണ്. ബ്രെയിൻ അപ്പൊ വേറെ പണിയുള്ള കാരണം ബ്രെയിനിന് അതും ചിന്തിക്കണം, ഇതും രണ്ടും കൂടി അങ്ങ് മൾട്ടി ടാസ്കിങ് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് ആളത് വിട്ടുകളയും. പക്ഷെ നമ്മള് പണികളൊക്കെ കഴിഞ്ഞ് ഒന്ന് എടുക്കട്ടെ എന്ന് വിചാരിച്ച് ഒന്ന് ബെഡിലേക്ക് പോയി ഒന്ന് റെസ്റ്റ് എടുക്കണം സമയത്ത് ഇയാൾ വരും, ഈ എന്നാലുമായിട്ട് വരും. അത് 2-3 ദിവസം കുഴപ്പമില്ല. ഒരാഴ്ച നമ്മൾ ആ ഒരു പാറ്റേൺ. എന്നാലും പ്രത്യേകിച്ച് ഈ ഒറ്റക്ക് താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ, അതായത് സെപ്പറേഷനിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഇപ്പോ ഹസ്ബൻഡ് വൈഫ് ഉള്ളവർ തന്നെ, ഇപ്പൊ വൈഫ് കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ പോലും ഹസ്ബൻഡ് ചിന്തിക്കുക ഇതിന്റെ ബിസിനസിനെ കുറിച്ച്. അത്രയും ആ ഡീപ്പില് ഈ വൈഫിന് ആ പെയിൻ കിട്ടിയെന്ന് വരില്ല. ചില കാര്യങ്ങള് നമ്മള് ഹസ്ബൻഡ് ചിന്തിക്കുന്ന അതേപോലെ വൈഫിന് ആ ഒരു പെയിൻ ഒന്നും വന്നൊന്നും വരില്ല. അവർക്ക് അവരുടേതായ ഒരു കാറ്റഗറിയിലുള്ള ഒരു പെയിൻ ആയിരിക്കും നിൽക്കുക. അതെന്തൊരു ബിസിനസ്സിലാവട്ടെ, കോഴ്സിലാവട്ടെ, നിങ്ങളെ ജോലിയിലാവട്ടെ, നിങ്ങളെ കൊളീഗ്സ് നിങ്ങളോട് സംസാരിച്ച മോശ രീതികളാവട്ടെ, ഒക്കെ ഏതാണെങ്കിൽ പോലും അങ്ങനെയാണ്. എന്നിട്ട് നമുക്ക് രാത്രിയാകുമ്പോൾ ഇതിങ്ങനെ ചിന്തകൾ വരും. ഇത് ഒരാഴ്ച കഴിയുമ്പോൾ നമ്മളെ മോഡൊക്കെ കുറച്ച് ഫ്യൂ ഡേയ്സ് അത് കണ്ട് കഴിഞ്ഞ് ഒരു 1 വീക്ക് കഴിയുമ്പോൾ അത് ടെമ്പർമെന്റ് ആയി. അതിങ്ങനെ നമ്മളുടെ കൂടെ എന്നും രാത്രി കിടന്നുറങ്ങുമ്പോൾ ഈ ഒരു ചിന്ത വന്നു തുടങ്ങി നമുക്ക്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അത് പകലൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിലും ഈവനിങ് ടൈമില്, നമ്മളുടെ നൈറ്റ് ടൈമിൽ അതിങ്ങനെ ഓർമ്മ വരും. അത് ടെമ്പർമെന്റ് ആയി. അതിങ്ങനെ 2-3 മാസമായിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. നമ്മൾ വേറൊരു ജോലി പോയവരാണെങ്കിൽ വേറെ ജോലിക്ക് പോവാൻ തോന്നുന്നില്ല. ആ അത് ശരിയായില്ല, അത് ഈ ജോലി ഇങ്ങനെയല്ല, അന്നത്തെ ജോലിയായിരുന്നു. അങ്ങനെ പാസ്റ്റിലത്തെ കുറെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമ്മൾ ഇങ്ങനെ കുടുങ്ങിയാൽ മറ്റേ ലൂപ്പിലാണ് നമ്മൾ കിടക്കുന്നത്. അതൊരു 2-3 ആഴ്ചകൾ കഴിഞ്ഞ് 1-2 മാസത്തിലേക്ക് കടന്നാൽ അത് ഹാബിറ്റായി. അത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായി. അത് മാറ്റാൻ നിങ്ങൾ നല്ല പോലെ വർക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ ചില വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറയും ഈ ക്ലാസ്സുകൾ കാണാം, 21 ഡേയ്സ് ക്ലാസ്. അതെന്താ 21 ഡേയ്സ് ക്ലാസ്? അത് ക്ലാസ് എടുക്കുന്നവർക്ക് ഒരു സുഖത്തിന് എടുക്കുന്നതല്ല. 21 ഡേയ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു മോഡിലേക്ക് നിങ്ങളെ ടെമ്പർമെന്റ് മോഡിലേക്ക് മാറ്റുകയാണ്. 3 മന്ത് കോഴ്സ് ഒക്കെ ആയിട്ട് വരും, ഇല്ലെങ്കിൽ 91 ഡേയ്സ് കോഴ്സ് ഒക്കെ ആയിട്ട് വരും. അതെന്താന്ന് വെച്ചാൽ നിങ്ങളെ ഒരു ഹാബിറ്റിലേക്ക്, നിങ്ങളെ മൊത്തമായിട്ട് ആ ഹാബിറ്റിലേക്കാണ് മാറ്റുന്നത്. അങ്ങനെ മൊത്തം ഹാബിറ്റിലേക്ക് മാറ്റുമ്പോൾ അത് പേഴ്സണാലിറ്റീന്റെ ഭാഗമായി മാറി. നിങ്ങൾ അവിടെ പുതിയ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാണ്. ഇപ്പൊ ഇതില് നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, മെഡിറ്റേഷന് അല്ലെങ്കിൽ അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് പോകുന്നവർക്കറിയാം. നിങ്ങൾ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന ആളായിരിക്കില്ല ഇക്കൊല്ലം ഇതിലേക്ക് വന്നതിന് ശേഷം ഈ ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പൊ അത്തരം കാര്യങ്ങൾ ബാക്കിൽ പറയാം. അപ്പൊ അതാണ് ഇത്തരം ലൂപ്പിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയണത്, ഈ ഓവർ തിങ്കിങ് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. 2 തരം സിറ്റുവേഷൻസിലാണ് ഓവർ തിങ്കിങ് മെയിൻ ആയിട്ട് വരിക. ഒന്നിന് റുമിനേഷൻ തിങ്കിങ്ങും ഒന്ന് വറിയിങ് തിങ്കിങ്ങും ആണ്. അതിൽ റുമിനേഷൻ തിങ്കിങ് എന്ന് പറഞ്ഞാല് റുമിനേഷൻ തന്നെ 2 തരത്തിലാണ്. ഒന്ന്, ഇതൊക്കെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്, മനുഷ്യരായിരിക്കുന്നല്ല മനുഷ്യന്മാരുടെ ലൈഫിലുള്ളതാ. റുമിനേഷൻ തിങ്കിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും വരും എന്ന് പറയാൻ കാരണം, പാസ്റ്റില് നമ്മളെ വല്ല വ്യക്തികളും എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഒരു കൂട്ടാവട്ടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയാവട്ടെ, ഇല്ലെങ്കിൽ നമ്മളെ കൂടെ വർക്ക് ഏത് വ്യക്തികൾ എന്ന് പറയുമ്പോൾ എന്തു ആവാം. വീട്ടിലുള്ളവർ മാത്രമല്ല വ്യക്തികള്, നമ്മളുമായി ബന്ധപ്പെട്ട ഏതൊരു വ്യക്തികളാണ് അവർ പറഞ്ഞ ഏതൊരു വാക്കും. നമ്മളൊരു ഷോപ്പിൽ പോയി ഷോപ്പ് ചെയ്യുമ്പോൾ ഒരാൾ മോശമായിട്ട് നമ്മളോട് എന്തെങ്കിലും സംസാരിച്ച, അതുപോലും ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ച് അത് ശരിയായില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് വർത്താനായിട്ട് അയാൾ മോശം ഒരു വാക്ക്, നമ്മളെ ലൈഫിൽ കേൾക്കാത്തൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലും നമ്മളെ ഹേർട്ട് ചെയ്യും. അപ്പൊ ആ പാസ്റ്റിൽ കഴിഞ്ഞ ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഇപ്പോഴും ഈ പ്രസന്റിൽ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും നമ്മൾ അതിലാണ്. കാര്യം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിലും ഇതിന് റൂമിനേഷൻ തിങ്ങുക. ഇതിൽ തന്നെ
വേറൊരു പ്രധാന കാര്യം എന്താ വെച്ചാൽ ഇത് പാസ്റ്റിൽ നമ്മളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് നമ്മൾ വെറിയാവും, ഇങ്ങനെ ടെൻഷനാവും. ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത് അങ്ങനെയാണ്. ഇതല്ലാതെ പാസ്റ്റിൽ നമ്മൾ എല്ലാവരോട് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മൾ ആ പ്രായത്തിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള വല്ല അബദ്ധങ്ങളോ ആലോചിച്ച് ഇപ്പോൾ ഈ പ്രസന്റ് ലൈഫിലും നമ്മൾ ഇങ്ങനെ ബുദ്ധിമുട്ടുക. അതിന്റെ അടിസ്ഥാനം എന്താന്ന് ചോദിച്ചാൽ അയാൾ മൊത്തത്തിൽ ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് ആ ചിന്ത വരുമ്പോ തന്നെ ഇതൊക്കെ വരെ ഈവനിങ് ടൈമിലായിരിക്കും, നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇത് വരിക. ഏറ്റവും സുഖകരമായിട്ടുള്ള നമ്മളെ സ്ലീപ്പിനെ അത് നമുക്ക് ആ ഒരു മോഡ് മാറി, ടെമ്പർമെന്റ് മാറി, നമ്മൾ ആ ഹാബിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്കത് ആലോചിച്ച് കിടക്കണം എന്നുള്ളതായിരിക്കും. ഒരു പാട്ട് കേട്ട് കിടക്കണം എന്നുള്ള സ്വഭാവമുള്ള പോലെ ഇതൊന്ന് ആലോചിച്ചാലാണ് ഒരു വൈബ് സ്ലീപ്പ് കിട്ടുള്ളൂ. ആ ഒരു രീതിയിലേക്കൊക്കെ മാറും. ഇതൊന്നും തമാശയല്ല. ഇത് എന്റെ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്ത് വിജയിച്ചത് കൊണ്ടാണ് നിങ്ങളോട് പറയണത്. ഇതൊക്കെ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് നിങ്ങളോട് ഇത്ര ഈസി ആയിട്ട് ഞാൻ പറയണത്. ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ നമ്മൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതാദ്യം ഞാൻ പറഞ്ഞത്. എന്റെ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് നിങ്ങളോട് എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ ലൈഫ് എനിക്കറിയില്ല, എനിക്ക് എന്റെ ലൈഫ് നന്നായിട്ട് അറിയാലോ. അപ്പൊ നിങ്ങളോട് അങ്ങനെ എനിക്ക് പറയാം. മനഃപൂർവ്വമാണ് നമ്മൾ അത് ചിന്തിക്കുന്നത്. നമുക്ക് ഉറങ്ങുമ്പോ എന്നാലും ചിന്തിച്ച് നമ്മൾ കിടന്ന് ഉറങ്ങും. രാവിലെ എനിക്ക് ഒരു കുഴപ്പമില്ല, നമ്മൾ അടിപൊളിയാ. പക്ഷെ രാത്രി നമ്മളെ എന്നാലും എന്റെ പിന്നിൽ പോവും. അപ്പൊ ഇത്തരം പാസ്റ്റിലത്തെ ചിന്തകളെ നമ്മൾ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. നമ്മളോട് വല്ലവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ടാവും. നമ്മൾ ആ സമയത്ത് ആ പ്രായത്തിൽ ചെയ്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുണ്ട്. ഇതിൽ നിന്ന് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന്, പാസ്റ്റിൽ നമ്മളോട് വല്ലവര് ചെയ്ത കാര്യങ്ങൾ ആണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഈ പ്രസന്റ് ലൈഫിലേക്ക് ഒരു പാഠം പഠിച്ചിട്ടുണ്ടാവണം. മെയിൻ ആയിട്ട് അതാണ്. ഇന്ന് ഈ ജീവിക്കുന്ന സിറ്റുവേഷനിൽ അവരായിട്ട് തല്ലൂടി പിരിഞ്ഞ് ഞാൻ അടിപൊളിയായിട്ട് നടക്കുക, അതല്ല കേട്ടോ സൊല്യൂഷൻ ഞാൻ പറഞ്ഞത്. ഈ പ്രസന്റ് ലൈഫിൽ നമുക്കൊരു പാഠമുണ്ട്. ഇത്തരം ആളുകളെ ഇങ്ങനെ കൈകാര്യം ചെയ്യുക, ഇത്തരം സിറ്റുവേഷൻസ് ഇങ്ങനെ കൈകാര്യം ചെയ്യുക. അതാണ് ലെസൺ പഠിക്കുക എന്ന് പറയുന്നത്. അവരെ ഹേർട്ട് ചെയ്യുക എന്നുള്ളതല്ല ലെസൺ പഠിക്കല്. അതുപോലെ തന്നെ നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അതാ ഒരു ഗിൽറ്റിന് സംഭവിച്ച് നമ്മൾ ഇന്ന് ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ച് അതല്ല. നമ്മളുടെ ബ്രെയിനോട് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ അന്ന് എനിക്ക് പക്വത ഇല്ലാത്ത ടൈമിൽ അങ്ങനെ സംഭവിച്ചു പോയി. റിവേഴ്സ് ഇട്ട് അങ്ങോട്ട് പോയി അവിടെ പോയി അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ഈ റീബർത്ത് റീമാരേജ് ഒക്കെ ചെയ്യണ ഹീലിംഗ് തെറാപ്പികളുണ്ട്. അവിടെ പോയി അതൊക്കെ കറക്റ്റ് ചെയ്ത് ഒരു അടിപൊളി വൈബ് കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ അയാൾക്ക് അത് ആലോചിക്കുമ്പോൾ ഒരു വിഷമവും സൂപ്പർ ആയിരിക്കും. ആ സംഭവം അവിടെ ഉണ്ടാവെങ്കിൽ പെയിൻ ഇല്ല. അതാണ് ഈ റീബർത്ത് റീമാരേജ് ഒക്കെ. അപ്പൊ അത്രയും രസകരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആണിത്. ഹീലിംഗ് തെറാപ്പികളാണെങ്കിൽ പോലും അത് രസകരമായിട്ട് നമ്മളൊക്കെ ചെയ്യണ തെറാപ്പികളും കൂടിയാണ് കേട്ടോ. അപ്പോ നമ്മൾ ആലോചിക്കേണ്ടത്, ഒന്ന്, നമ്മൾ അതിൽ നിന്നൊരു പാഠം പഠിച്ചിരിക്കണം. രണ്ട്, നമ്മൾ ആലോചിക്കേണ്ട കാര്യം അന്ന് എനിക്ക് അത്ര പക്വതയില്ല, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒരു തെറ്റ് ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കും അന്ന് അത്ര പക്വതയില്ല. ഇന്ന് എനിക്ക് അത് മനസ്സിലാവാനുള്ള പക്വതയുണ്ട് എന്ന് ആരോട് പറയണം? മറ്റാളോട് പറയണം. എന്നാലും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന ഒരാളുണ്ട്, ആളോട് പറയണം. ഇതൊക്കെ നിങ്ങൾക്ക് തോന്നും. നമ്മൾ എപ്പോഴും കേൾക്കണ ഒരു കാര്യം കേട്ടോ. ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ അതിനെ ഒന്ന് എന്താ പറയാ, ഒരു ഹാഫ് ആൻ അവർ നമ്മൾ ഡിലേ ആക്കി പിന്നെ ഇപ്പൊ ചിന്തിക്കണില്ല, ഒന്നും ടൈം നീട്ടി വെക്കുക എന്ന് പറയും. അതായത് ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കാം. ചില പണികൾ നമ്മൾ അങ്ങനെ ചെയ്യും. ഇപ്പൊ ഞാൻ ഇത്തിരി ബിസി അത് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, കോൾ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. അതുപോലെ അപ്പൊ നമ്മൾക്ക് ഇത് കേൾക്കുമ്പോൾ തമാശ തോന്നും. പിന്നെ ചിന്തകൾ ഇങ്ങനെ വരുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വായോ, ഇപ്പൊ പോവ്, ചിന്തകളോടൊക്കെ ഇങ്ങനെ ഇപ്പൊ പറയുക അല്ലെ, നമുക്ക് അങ്ങനെ തോന്നും. ചിന്തകൾ വരുമ്പോൾ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് വായോ എന്നൊക്കെ പറയാൻ പറ്റുമോ എന്നൊക്കെ തോന്നുന്നുണ്ടാവും നമുക്ക്. പക്ഷേ ചിന്തകളോട് അങ്ങനെ തന്നെ പറയണം. ചിന്തകൾ വരും, നിങ്ങൾക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ചിന്ത വരുമ്പോൾ ഇത് നിങ്ങൾ പറഞ്ഞു നോക്കൂ, ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് പണ്ടെങ്ങാണ്ട് സംഭവിച്ചതാണ് അന്നത്തെ ഒരു സംഭവത്തില്, അതെന്നോ കഴിഞ്ഞു പോയി. ഇത് വെറുതെ ഇപ്പൊ ആലോചിച്ചിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞു നോക്കൂ. 2-3 പ്രാവശ്യം പറഞ്ഞു നോക്കൂ. അത് പറയുമ്പോൾ നിങ്ങൾക്കൊരു വേരിയേഷൻസ് വരും. ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ രസകരമായിട്ട് തോന്നുന്ന കാര്യങ്ങളാ. പക്ഷെ ഇത് പഠിച്ചു തുടങ്ങി നിങ്ങളിത് അപ്ലൈ ചെയ്ത് തുടങ്ങിയാൽ ഇത് വർക്കിംഗ് ആണ്. ഇത് കുറെ കാര്യങ്ങൾ വർക്കിംഗ് ആണെന്ന് ഞാൻ പറയുന്നത് അത് വർക്കിംഗ് ആണ്. അതുകൊണ്ടാണ്
ഇനി ഇടക്കിടക്ക് പറയണം ഇതൊക്കെ എന്റെ ലൈഫിൽ ഇങ്ങനെയാണ്, എന്റെ ലൈഫിൽ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന്റെ ലൈഫ് പക്കാ മോശമാണല്ലോ പടച്ചോനെ. അങ്ങനെയല്ല. നമ്മൾ ലൈഫിൽ ഒരു സ്ട്രഗിൾ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ, പക്ഷെ അതിൽ നിന്ന് പുറത്ത് കടന്നാല് നമ്മളിൽ കാണുന്ന ലോകം വേറെ ആയിരിക്കും. അപ്പൊ അതിലേക്ക് നമ്മൾക്ക് വരാം. അതിലേക്കാണ് നിങ്ങളൊക്കെ ഇവിടെ ഓരോരുത്തർ എത്തിപ്പെട്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ആ ഒരു വേലുണ്ട് നിങ്ങളൊക്കെ. അതെല്ലാവരും സ്ട്രഗിൾ അനുഭവിച്ചവരാണെന്ന് അല്ലാട്ടോ പറയണത്. അപ്പൊ എല്ലാവരും മാമിന്റെ പോലെ മോശക്കാരാണെന്നാണോ മാം പറഞ്ഞു വരുന്നത്? അങ്ങനെ പറയരുത്, അങ്ങനെയല്ല. അപ്പൊ നമ്മള് ടൈം ഷെഡ്യൂൾ ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ചിന്തിക്കാം എന്നുള്ള ലെവലിലേക്ക് മാറ്റി. അത് എങ്ങനെയെന്ന് വെച്ചാല് ഇപ്പൊ ഇനി പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ് വരൂ, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾക്കൊരു ടെൻഷൻ വരുന്ന സമയത്ത് നിങ്ങൾ വെറുതെ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യണമെന്ന് പറയാൻ കാരണം വെറുതെ ഒന്ന് ചിരിച്ചു നോക്കുക, ചിരിക്കുക. വീട്ടിലുള്ളവര് കാണാതെ ചിരിച്ചോ, ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്തോ എവിടെയോ തകരാറ് പോലെ എന്ന് പറയും. അപ്പൊ നമ്മൾ ചിരിക്കുമ്പോ ബ്രെയിൻ അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്, ഇയാളിപ്പോ ഹാപ്പിയാണ്, ഇപ്പൊ ഓവർ തിങ്കിങ് പോയിട്ട് കാര്യമില്ല, ആളും എന്തോ ഒരു ഹാപ്പിയിലാണല്ലോ ഇരിക്കണത്, അത് വരും. നിങ്ങൾ ഇത് ചെയ്ത് നോക്കി നോക്കും. നിങ്ങൾക്ക് ഒരു ഓവർ തിങ്കിങ് വരുമ്പോ ഒന്നാമത് നിങ്ങൾ ചിന്തകളെ അനലൈസ് ചെയ്യുക തന്നെ വേണം. എല്ലാ വരുന്ന ചിന്തകളെ അങ്ങോട്ട് കയറ്റി തലയിൽ വെക്കരുത്. ചിലത് വരും, പോട്ടെ, എല്ലാം വരും. ഇപ്പൊ നിങ്ങൾ നമ്മളെ ക്ലാസ്സിലൊക്കെ എപ്പോഴും പറയും, ഒരു ട്രെയിൻ നിറച്ചു തോട്ട്സ്, ഒരു ട്രെയിൻ വരികയാണ്, തോട്ട്സുകളാണ്, അത് നിറച്ചു മനുഷ്യന്മാർക്ക് പകരം തോട്ട്സുകളാണെന്ന് വിചാരിക്കും. നിങ്ങൾ ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുക, അതിങ്ങനെ വരുന്നു, അത് ഇങ്ങനെ ഫ്യൂച്ചറിലോട്ട് പോകുന്നു. നിങ്ങൾ അതിൽ ചാടിക്കയറാൻ നോക്കുന്നുണ്ടോ? നിങ്ങൾ അതിൽ ചാടിക്കയറണ്ട, അത് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഉള്ളതായിരിക്കില്ല. ഇനി ഇവിടെ നിർത്തിയാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിൽ കയറുക. ചിന്തകൾ ഇങ്ങനെ വരും, ചിന്തകൾ ഇങ്ങനെ പോവും, അത് വന്നോട്ടെ പോക്കോട്ടെ. അതിനെ പിടിച്ചു നിർത്താനൊന്നും ഒരാൾക്കും പറ്റില്ല. അതിനെ കൺട്രോൾ ചെയ്തിട്ട് വേറെ ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇത്രയും ടൈം ഷെഡ്യൂൾ ചെയ്യണ കാര്യം, ടൈം ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുക, ഒന്ന് ചിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എനിക്ക് ഇന്നൊരു കാര്യത്തെ കുറിച്ച് ഇതേ വരുന്ന ചിന്ത എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങൾക്ക് ബുദ്ധിയും വിവേകമൊക്കെ ഉള്ള മനുഷ്യന്മാരാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കിപ്പോ ഒരു നെഗറ്റീവ് തോട്ട്സാ വരുന്നത് എന്ന് പറഞ്ഞ് നമുക്കത് ഓട്ടോമാറ്റിക്കലി തന്നെ നിങ്ങൾ വെറുതെ ഇങ്ങനെ ചിരിച്ചു നോക്കുക. കുക്കിങ്ങിന്റെ ഇടയിലാണെങ്കിലും ഡ്രൈവിങ്ങിലാണെങ്കിലും വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ വെറുതെ ഇങ്ങനെ ചിരിക്കുക. ആ ചിരിക്കുമ്പോൾ നമുക്ക് വരുന്ന ആ ഫേസിൽ വരുന്ന എക്സ്പ്രഷൻ റെക്കോർഡ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കും. ആ ഇപ്പൊ ഹാപ്പിയാണ്, പിന്നെ വരാം. അപ്പൊ അത് ഹാഫ് ആൻ അവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറയുകയാണ് ചെയ്യാം മിററിൽ നോക്കിയിട്ട്, ഞാൻ ഇന്ന് ഇന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇനി ആ ചിന്ത ഇടക്ക് വരുമ്പോ ഇന്ന് ഞാൻ ചിന്തിക്കുന്നില്ല പറഞ്ഞു നോക്കൂ. നിങ്ങൾക്ക് ബ്രെയിനെ നിങ്ങളെ ചിന്തകളെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു മോശമല്ലേ എന്ന് ചോദിക്കും ഞാൻ. കാരണം നമ്മളുടെ ഉള്ളിലുള്ള ചിന്തകള് കൈകാര്യം ചെയ്യാൻ ഇത്രയും വലുപ്പത്തിലുള്ള നമുക്ക് കഴിയണില്ലെങ്കിൽ, ചിന്തകൾ ഭയങ്കര പവറാണ്, ബ്രെയിനിന് ഭയങ്കര പവറാ. അതിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ മക്കളൊക്കെ കൈകാര്യം ചെയ്യും. നമുക്ക് ഇങ്ങനെ വടിയെടുത്ത് എല്ലാവരെയും അവിടെ ഇരിക്കുക ഇവിടെ ഇരിക്കുക അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി കുറെ ക്ലാസ് എടുക്ക്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും, ഇതൊക്കെ വളരെ ഈസിയാ. പക്ഷെ എനിക്ക് എന്റെ ചിന്തകൾ കൺട്രോൾ ചെയ്യാൻ കഴിയണം. അതാണ് ഏറ്റവും ഫസ്റ്റ്ലി നമ്മൾ ചെയ്യേണ്ടത്. ഇത് ചെയ്തു നോക്കാം. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതി വെക്കാം. അതെന്താന്ന് വെച്ചാല് ഇതിപ്പോ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കണം എന്നല്ല, ചില പോയിന്റ്സ് മറന്നു പോകാതിരിക്കും എഴുതി വെക്കാം. കാരണം എന്താ വെച്ചാൽ ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഒരു സ്മൈലിംഗ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബുക്ക് ഉണ്ടെങ്കിൽ അതിൽ 3 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി നോക്കുക ഈ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ. ഇതൊക്കെയാണ് നമ്മളെ ചിന്തകളിനെ നമ്മൾ മാറ്റുന്ന വേ ആണ്. നമ്മൾ എങ്ങനെയാണ് ചിന്തകളെ മാറ്റേണ്ടതാണ്, പ്രൊഡക്റ്റീവ് ആക്കേണ്ടത് എങ്ങനെയാണെന്നാ പറയണത്. 3 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. 30 എഴുതാനല്ല, അപ്പൊ ബോറടിക്കും. 30 ഞാൻ എഴുതണോ? 30,000 ഉണ്ട്, എന്നാൽ പറയാം നമ്മൾ 30 ഇനി ഞാൻ എഴുതണ്ടേ. അതാണ് നമ്മളുടെ ടെൻഷൻ. രാവിലെ ഇത് എഴുതി അയക്കണ്ടേ, ഗ്രൂപ്പിൽ ഇടണ്ടേ, എന്തൊക്കെ ടെൻഷനാന്നറിയോ നമുക്ക്. 3 എഴുതുക, വേറെ ഒന്നും ചെയ്യണ്ട. 3 ഒരു ബുക്ക് എടുക്കുക. എത്ര സമയം ഇല്ലെങ്കിൽ ഈ സമയമൊക്കെ ചെയ്യണത് നിങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള ബോധം വേണം. മെയിൻ ആയിട്ട് നമ്മളാണ് താരം. അപ്പൊ നമ്മൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യണത്. എല്ലാവർക്കും വേണ്ടി ജീവിച്ചിട്ട് നമ്മൾക്ക് വേണ്ടി ജീവിക്കാൻ വിട്ടുപോകരുന്നൊക്കെ നിങ്ങൾ റീൽസ് കാണുമ്പോൾ ലൈക്കൊക്കെ അടിച്ചു പോകും. ഹായ് നല്ല റീലില്ലേ, എന്നിട്ട് നമ്മളെ ജീവിതം തദൈവയാണ്. അപ്പൊ അങ്ങനെയല്ല, 3 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം. കണ്ണുള്ളതിനും മൂക്കുള്ളതിനും ഒക്കെ എഴുതാം. എനിക്ക് കണ്ണ് ഉണ്ട്, താങ്ക് യു അൽഹംദുലില്ലാ. അതല്ല, കണ്ണുണ്ടെന്ന് എഴുതാം, കുഴപ്പമില്ല. കണ്ണ് ഇല്ലാത്തവര്, കണ്ണ് വേറെ വികൃതമായ രൂപമായിട്ടുള്ളവര് ഫോണിൽ അങ്ങനത്തെ വല്ല പിക്ക് വന്ന് അപ്പോൾ ഡിലീറ്റ് ചെയ്യും. കാരണം നമുക്കത് കാണാനുള്ള ആ ഒരു പവർ കൂടിയില്ല.
നമുക്ക് പേടിയാവും ചിലത് കാണുമ്പോൾ. നമ്മളപ്പം ഇങ്ങനെ നമ്മളിലേക്ക് കണ്ട് ആലോചിക്കും. ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളിലേക്ക് ആലോചിച്ചൊരു അൽഹംദുലില്ലാ പറഞ്ഞാല്, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാല്, അതാണ് നിങ്ങൾക്ക് അസറ്റ്. നിങ്ങളുടെ കണ്ണിന്റെ പവർ വരാൻ, പവർ കൂടാൻ അതേ വേണ്ടുള്ളൂ. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഓ എന്തൊരു പണി, ഇതൊക്കെ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്തൊരു പണിയൊക്കെ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഞാൻ കിടപ്പിലായിട്ടില്ലല്ലോ, ചെയ്യാനൊക്കെ ഒന്ന് പറ്റണുണ്ടല്ലോ അൽഹംദുലില്ലാ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു മൂന്ന് ഏറ്റവും ചുരുങ്ങിയ ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മളോട് മോശം ഒരാള്, നമ്മൾക്കൊരു മോശം സിറ്റുവേഷൻസ് ഉണ്ടായെന്ന് വിചാരിക്കുക ലൈഫില്. എത്ര മോശം സിറ്റുവേഷൻസ് ഉണ്ടായാലും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അന്നത്തെ നിങ്ങളാണോ ഇന്ന് എന്ന് വിചാരിക്കുക. അന്ന് ആ സിറ്റുവേഷൻ ഉണ്ടായത് കൊണ്ട്, ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ, നമുക്ക് എല്ലാ മനുഷ്യന്മാരുടെ ലൈഫിൽ, ഞാൻ എപ്പോഴും പറയണ പോലെ പറയണം, എന്റെ ലൈഫ് കോഞ്ഞാട്ടാണെന്ന് നിങ്ങൾ ഉദ്ദേശിക്കരുത് പ്ലീസ്. എന്റെ ഫാമിലി ഇത് കണ്ടിട്ട് തല തല്ലി കരയോ, ഇവളെ പറ്റിയാണോ ഈ പറയുന്നത്. അപ്പൊ അതല്ല, എല്ലാവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു വിഷമാവസ്ഥ ഉണ്ടാവും. ആ വിഷമത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മളെ കൊണ്ട് പുറത്തെടുക്കലുണ്ട്. ആ ലൂപ്പ് ഉണ്ടല്ലോ, ആ ലൂപ്പിൽ നിന്ന് പുറത്തെടുത്താല് നമ്മളോളം പവറുള്ള ആളുകളില്ല. നമ്മളാണ് ഏറ്റവും പവറുള്ളവർ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത്തരം നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കാര്യങ്ങളൊക്കെ വരുമ്പോ, നമ്മൾ ആളുകളെ കുറിച്ചൊക്കെ ചിന്തകൾ വരുമ്പോ, ഇപ്പൊ നമ്മൾ ചെയ്യെന്താന്ന് വെച്ചാ ഒരു അൽഹംദുലില്ലാ പറയും. കാരണം അന്ന് അവരത് ചെയ്തോണ്ട് ഇന്ന് എനിക്കൊരു നന്മ ഉണ്ടായി. അന്ന് അവരത് ചെയ്തോണ്ടാണ് എനിക്ക് കിട്ടിയത്. അന്ന് ഞാൻ കരഞ്ഞ് വലഞ്ഞ് നാശകോശാക്കി. ചിലർ പറയും, മാം ഞാൻ മരണത്തിന്റെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നു, ഞാൻ മരിച്ചാ മതി എന്ന് വിചാരിച്ചു. എല്ലാവരുടെ ലൈഫിലും ഈസി ആയിട്ട് പറയണ ഒരു കാര്യം, ഞാൻ മരിച്ചാ മതി എന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ ചോദിക്കേണ്ടി വരും. വിചാരിക്കാൻ സുഖമാണ്, പിന്നെ മറ്റാളോട് പറഞ്ഞ ആളിങ്ങനെ വിചാരിച്ചോളും. അതിനേ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ വിചാരിക്കുക, ഈ ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് നിങ്ങൾ ഇന്നിപ്പോ ഇവിടെ ഇത്ര ആളുകൾ ഇരിക്കുന്നുണ്ടാവും. ഇത്രയും ആളുകൾക്ക് ഈ നേരത്ത് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും. ഇതുപോലത്തെ കുറെ ക്ലാസ്സുകൾ ഉണ്ട് കേട്ടോ. ഇത് നമ്മള് ഈ ഒരു ക്ലാസ്സിലാണ്, ഇതുപോലത്തെ ക്ലാസ്സുകൾ നിങ്ങൾ മാക്സ് ഇതിൽ കയറുക. എന്തിനാണ് ഇപ്പൊ നീ ഉണ്ടാവും ഈ ക്ലാസ് ഉണ്ടാവും. ഇതിൽ പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഇവര് നമ്മളെ ഗ്രൂപ്പിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യണത് എങ്ങനെയെന്നൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. അത് ചെയ്യുമ്പോൾ പോലും ഇത്തരം ക്ലാസ്സുകൾ, ഇപ്പൊ നമ്മളൊക്കെ കുറെ പേയ്മെന്റ് പോലും കൊടുത്ത് പഠിക്കണത് എന്താ വെച്ചാൽ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴാണ് പഠിക്കണത്. മറ്റേത് കോഴ്സ് കിട്ടണം, ജോലി കിട്ടണം, കല്യാണം നല്ലത് വേണം, നല്ല പുതിയ അപ്പളിനെ കിട്ടണം, അപ്പൊ നല്ല ജോലി വേണം, അപ്പൊ നല്ല കോഴ്സ് എടുക്കണം, നല്ല ടൂർ പോകണം, ട്രിപ്പ് പോകണം, ഡ്രസ്സ് വാങ്ങിക്കണം, ഓ ഫുള്ള് ചെലവാണ്. വീട്ടുകാർക്ക് അത് വാങ്ങിച്ചു കൊടുക്കണം, മക്കൾക്ക് ഇത് വാങ്ങിച്ചു, അതിനാണ് ജോലി. ഇപ്പോഴാണ് നമ്മൾ പഠിക്കണത് എന്തിന്? നമ്മൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ പഠിക്കണത്. ഇതൊക്കെ നമ്മൾക്ക് വേണ്ടി നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നമ്മളിങ്ങനെ കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ അന്നത്തെ സ്റ്റേജിൽ നിന്നും ഇന്ന് നമ്മൾക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ അന്ന് ആ ചെയ്തവരോട് പോയി കെട്ടിപ്പിടിച്ച് അൽഹംദുലില്ലാ നിങ്ങൾ അന്ന് ചെയ്തത് ഉഷാറായിട്ടോ എന്ന് പറയരുത്. അവരത് റിപ്പീറ്റ് ചെയ്യും. നിങ്ങൾ അന്ന് ഇന്നെ അങ്ങനെ ചെയ്തില്ല, അത് അടിപൊളിയായിരുന്നു, അങ്ങനെ പറയാനല്ല. മനസ്സിൽ നമുക്ക് ഒരു അൽഹംദുലില്ലാ ഗ്രാറ്റിറ്റ്യൂഡ് വേണം. ആരോട്? പടച്ചവനോട് വേണം. മൂപ്പരോടെ വേണ്ടുള്ളൂ. അപ്പൊ പിന്നെ അവരിലേക്ക് അത് സ്പ്രെഡ് ആയിക്കോളൂ. നമ്മൾ പോയിട്ട് പറയണം, നമ്മൾ പോയിട്ട് നമുക്കൊരു കാര്യത്തിനെ കുറിച്ചിട്ട് ഈ ഫോഗീനെസ് തെറാപ്പി ഒക്കെ ചെയ്യുമ്പോൾ പറയും, നമുക്കൊരു കാര്യത്തിനെ കുറിച്ച് അവരോട് പോയിട്ട് മാപ്പ് തരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ തന്നില്ല എന്ന് വരും. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുക. അപ്പൊ അതിന് നിൽക്കണ്ട. ഇതൊക്കെ നമ്മൾ യൂണിവേഴ്സിന് കൊടുക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ നമ്മള് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ നമ്മള് വല്ല ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. യാത്ര ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് നടക്കാൻ പോവുക, ഓവർ തിങ്കിങ് വരുമ്പോ തന്നെ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കഴിക്കുക. ഉണ്ടാക്കാൻ ചിലപ്പോൾ മൂഡ് വന്ന് വരില്ല, ചിലപ്പോൾ ഉണ്ടാക്കാനേ മൂഡ് തോന്നില്ല, ഇങ്ങനെ കെടുക്കാനായിരിക്കും തോന്നുക. ഈ ഓവർ തിങ്കിങ് വന്നാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, കെടുക്കാൻ ഇങ്ങനെ തോന്നും. തലവേദന പോലെ ഇങ്ങനെ വന്നു തുടങ്ങും. തലവേദന ഉണ്ടോ ഇല്ല, എന്നാൽ തലവേദനയോട് തലവേദനയായിരിക്കും. മൈഗ്രെയിൻ പോലെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. സ്ലീപ്പിംഗ് ഇഷ്യൂസ് വരും. ഉറക്കം തീരെ കിട്ടൂല. എന്നാ പകല് ഉറങ്ങുന്നുണ്ട്, രാത്രി എന്നാ ശരിക്കും ഉറക്കമില്ല. പിന്നെ ഇങ്ങനെ എന്താ പറയാ, ഇടയ്ക്കിടെ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒന്നല്ലെങ്കിൽ ഒന്ന്, അതല്ലെങ്കിൽ മറ്റൊന്ന്, ഇങ്ങനെ എപ്പോഴും അസുഖം. അതിന്റെ ഉള്ളില്, അവരുടെ ഉള്ളിൽ ഉണ്ടാവും ഓവർ തിങ്കിങ്. എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് അവർ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ടാവും. നമ്മള് ഏഹ്,
ഈ ഒരു ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഈ റുമിനേഷൻ വറിയിങ് ഒക്കെ ഉള്ള വറിയിങ് എന്ന് പറഞ്ഞാൽ റുമിനേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ പാസ്റ്റിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ചിന്തകളിൽ ഇങ്ങനെ പെട്ടുകിടക്കുന്നതിനാണ് റുമിനേഷൻ തിങ്കിങ് എന്ന് പറയുക. അത് നമ്മളൊരു കോഴ്സ് എടുത്തതാണെങ്കിലും നമ്മൾ വിചാരിക്കും, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിച്ചതാണെങ്കിലൊക്കെ അന്ന് അത് ചെയ്തത് ഇത് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോഴാണ് ചിന്തിക്കുന്നത്, ഈ പ്രസന്റിൽ നമ്മൾ ചിന്തിക്കും, ഇന്ന് ഇത് ചെയ്താൽ മതിയായിരുന്നു, അങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇതൊക്കെ ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. പക്ഷെ ആ ടൈം കഴിഞ്ഞു പോയി എന്ന് തന്നെ നമ്മൾ വിചാരിക്കണം. ആ ഒരു ടൈം കഴിഞ്ഞു പോയി. ഇപ്പൊ ഈ പ്രസന്റിൽ നിങ്ങൾ ജീവിക്കണില്ല. എന്നിട്ട് ഫ്യൂച്ചർ, ഈ പ്രസന്റ് നല്ല രീതിയിൽ കൊണ്ടുപോവാത്ത ഒരാൾക്ക് ഫ്യൂച്ചർ അടിപൊളിയായിട്ട് കിട്ടും എന്നുള്ളത് കാര്യം സംശയമാണ്. ലക്കിന് കിട്ടേണ്ടി വരും. പ്രസന്റിൽ വർക്ക് ചെയ്യുക. കഴിഞ്ഞത് പോട്ടെ, പാസ്റ്റ് ഇസ് പാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ചിലവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ അത് ചിന്തിച്ചിരിക്കണം എന്നുള്ള ആ ഒരു പേഴ്സണാലിറ്റി അവരിലേക്ക് മാറിയിച്ചെങ്കിൽ അവരെ മാറ്റല് അവരായിട്ട് സ്വന്തമായിട്ട് മാറണം. അപ്പൊ ഈ വറിയിങ് ആയിട്ടുള്ള, അതായത് നമ്മളുടെ ഫ്യൂച്ചറിനെ ആലോചിച്ച് നമ്മൾ ഇങ്ങനെ ടെൻഷൻ ആവുകയാണ്. അപ്പൊ അത്തരം ആ ഒരു ചിന്തയിൽ നിന്ന് നമ്മൾ മാറുക. ഇപ്പോ ഫ്യൂച്ചർ നമുക്ക് അടിപൊളിയാവും. ഈ ഫ്യൂച്ചറിനെ കുറിച്ച് തീരെ ചിന്തിക്കരുത്, ഒരു കാര്യം പാടില്ല, അങ്ങനെയല്ല. ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ വേണം, വേണ്ടെന്നല്ല. ഓവർ തിങ്കിങ് പാടില്ല, ഒരു എൻഡ്ലെസ് ആയിട്ടുള്ള തിങ്കിങ് പാടില്ല. അപ്പൊ അത്തരം ചിന്തകൾ നമ്മളെ തന്നെ അത് ഇല്ലാതാക്കുകയാണ് ചെയ്യുക. നമ്മൾ ഈ പ്രസന്റ് ലൈഫിൽ അൽഹംദുലില്ലാ റാഹത്തായി അടിപൊളിയായി കാര്യങ്ങൾ സെറ്റായിട്ട് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. ഈ ഒരു എൻഡ് കിട്ടാത്ത കാര്യത്തിന് നമ്മൾ ഒരു എൻഡ് എങ്ങനെ കൊടുക്കുക? ഇപ്പൊ നമ്മൾക്ക് ഒരു കാര്യത്തിന് ഒരു സൊല്യൂഷൻ വേണം, നമുക്കൊരു എൻഡ് കിട്ടുന്നില്ല, ഒരു ചിന്തക്ക് നമുക്കൊരു എൻഡ് ഇല്ല. ഈ ഒരു കാര്യത്തിന്റെ ഓവർ തിങ്കിങ്ങിൽ നമ്മൾ കുടുങ്ങിക്കെടുക്കുക. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടത്? ഇത്രയും വർത്താനം പറഞ്ഞിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് എങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറയരുത്. അതാണ് ഇനി പറയാൻ പോണത്. ഇതൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഓവർ തിങ്കിങ്ങിനെ നമ്മൾ എങ്ങനെ ഇതിൽ നിന്ന് പുറത്തേക്ക് എങ്ങനെ കിടക്കും അങ്ങനെ ചോദിക്കരുത്. അതാണ് നെക്സ്റ്റ്. അതായത് ഒരു എൻഡ് ക്രിയേറ്റ് ചെയ്യാം നമ്മൾ. നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് അതിൽ ഫസ്റ്റ് ഒരു പേജിൽ നിങ്ങളെ ഫീലിങ്സും അതുപോലെ തന്നെ പ്രോബ്ലംസ്, ഫസ്റ്റ് ഒരു പ്രോബ്ലംസും ഫീലിങ്സും. എന്താണോ പ്രോബ്ലം, ഒരു വ്യക്തിയായിട്ടുള്ള വ്യക്തിയുടെ പ്രോബ്ലം അല്ലെങ്കിൽ എന്താണോ പ്രോബ്ലം എഴുതുക, അതായിട്ട് നിങ്ങൾക്ക് ഒരു കോളത്തിൽ ഫീലിങ്സും എഴുതാം. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കേണ്ട കാര്യമാണ്. ചെയ്ത് നോക്കി നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്താലേ നിങ്ങളുടെ ലൈഫിൽ ഇതിൽ ചേഞ്ച് വരുന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഫീലിങ്സും നോക്കിയതിന് ശേഷം ആ ഒരു പേജിൽ അത് എഴുതുക. നെക്സ്റ്റ് പേജിൽ സൊല്യൂഷൻ എന്നുള്ള ഒരു പേജ് ഉണ്ടാക്കുക. ആ പേജിൽ ഇന്നൊരു പ്രശ്നത്തിനെ കുറിച്ചുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ആരുടെയെങ്കിലോടും ചോദിക്കാൻ പറ്റുന്ന ആളുകളോട് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ വൈസ് നമുക്ക് കുറേ ഉണ്ട്. ഗൂഗിളില്, ChatGPT ഇപ്പൊ ഗാമ എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട്. നമുക്ക് അതിലൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പല റിപ്ലൈസും നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുന്ന പറയണത്. അപ്പൊ ഒക്കെ നമ്മളുടെ കറക്റ്റ് സൊല്യൂഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ നിങ്ങൾ ഇന്ന കാര്യം കൊടുത്താൽ അതിനുള്ള സൊല്യൂഷൻ കിട്ടും. ഈ സൊല്യൂഷനെ നിങ്ങൾ അടുത്തൊരു പേജിലേക്ക് സൊല്യൂഷൻ ഫിൽറ്റർ, ഫൈൻഡ് ദ സൊല്യൂഷൻ കൊണ്ടെത്തുക. അതായത് കുറേ സൊല്യൂഷൻസ് തരും, അവർക്ക് സ്റ്റോർ ചെയ്തിട്ടുള്ള സൊല്യൂഷൻസ് നമുക്ക് തരിക. അതൊക്കെ നമുക്ക് സെറ്റ് ആവണമെന്നില്ല. ഈ ഫൈൻഡ് ദ സൊല്യൂഷനിൽ നിന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചിലപ്പോ ആ ഒരു പ്ലേസ് ചേഞ്ച് ചെയ്യുക എന്നായിരിക്കും അതിന്റെ ഒരു സൊല്യൂഷൻ. അപ്പൊ നമ്മളത് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരാളോട് മാപ്പ് പറയാന്നുള്ളതായിരിക്കും അതിന്റെ ഒരു സൊല്യൂഷൻ. അത് ചെയ്യണം. സൊല്യൂഷൻ ഫൈൻഡ് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്ത് കിട്ടിയാല് നിങ്ങളിത് ചെയ്ത് നോക്കുക. ആദ്യം പ്രോബ്ലംസ് എഴുതുക, അതിന്റെ ഫീലിങ്സ് എഴുതുക. നെക്സ്റ്റ് പേജിൽ സൊല്യൂഷൻസ്, എന്തൊക്കെ സൊല്യൂഷൻസ്, ആരൊക്കെ എന്തൊക്കെ സൊല്യൂഷൻസ് പറയുന്നുണ്ട് അത് എഴുതുക. തേർഡ് പേജിൽ ഫൈൻഡ് ദ സൊല്യൂഷൻ എഴുതുക. അതായത് ഈ സൊല്യൂഷനിൽ നിന്ന് ബെറ്റർ ആയത് ഫിൽട്ടർ ചെയ്തെടുക്കുക. ചിലപ്പോൾ നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കേണ്ടതായിരിക്കും സൊല്യൂഷൻ, ചെയ്യേണ്ടി വരും. അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓവർ തിങ്കിങ്ങിന്റെ ലൂപ്പിൽ ഇങ്ങനെ കിടന്ന് കറങ്ങും. അപ്പൊ നമ്മള് സൊല്യൂഷൻ, ഇനിയിപ്പോ ചിലപ്പോ എല്ലാ കാര്യങ്ങൾക്കും സൊല്യൂഷൻ ടെക്നിക്കൽ വൈസോ ആളുകളിൽ നിന്നോ കിട്ടില്ല എന്ന് വരും. അപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ ഇങ്ങനൊക്കെ എഴുതി ഫിൽട്ടർ ചെയ്തു, സൊല്യൂഷൻ കിട്ടിയില്ല. സൊല്യൂഷൻ ഇല്ലാത്ത കാര്യങ്ങളുണ്ട്. എല്ലാ സൊല്യൂഷൻസും ടെക്നിക്കൽ വൈസ് കിട്ടണമെന്നില്ലല്ലോ. നമ്മളുടെ പ്രോബ്ലംസ് വളരെ വെറൈറ്റി ആയിരിക്കും. ചിലപ്പോൾ ആർക്കും ഇതേവരെ അനുഭവിച്ചിട്ടില്ലായിരിക്കും. നമ്മൾ പൊതുവെ സൂചി കുത്തിയാലും പറയാ, ഇന്നേ വരെ ഇതുപോലൊരു വേദന ഞാൻ ലൈഫിൽ അനുഭവിച്ചിട്ടില്ല. പലപ്പോഴും പറയണ കേൾക്കുമ്പോൾ ചിരിയൊക്കെ വരും. ഒരു സൂചി കുത്തിയാലും നമ്മൾ പറയാ, ഓ സൂചിയെ കുത്തിയുള്ളൂ, ഇതുപോലൊരു വേദന ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല എന്നാ പറയാ.
അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് സൊല്യൂഷൻ കിട്ടാത്ത നമ്മളിങ്ങനെ ഫൈൻഡ് ദ സൊല്യൂഷൻ ഒക്കെ ചെയ്തിട്ടും സൊല്യൂഷൻ കിട്ടുന്നില്ലെങ്കിൽ എവിടെയായിരിക്കും സൊല്യൂഷൻ പിന്നെ ഉണ്ടാവുക? പിന്നെ സൊല്യൂഷൻ ഉണ്ടാവുക നമ്മളുടെ അകത്താണ്. നമ്മളിലേക്കുള്ള ജേണി തുടങ്ങും. നമ്മളിങ്ങനെ എന്താ പറയാ ചുട്ട് പഴുത്തിട്ടുണ്ടായിരിക്കും, ചിന്തകളിൽ കിടന്നിട്ട് വേദനിച്ച് ഇല്ലാതായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് സൊല്യൂഷൻ പുറത്തുനിന്നുള്ള സൊല്യൂഷൻ നമുക്ക് മാച്ച് ആവുന്നുണ്ടാവില്ല. പിന്നെ സൊല്യൂഷൻ ഉള്ളത് നമ്മളുടെ ഉള്ളിലാണ്. ആ സൊല്യൂഷനിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാല് പിന്നെ നിങ്ങളൊരു എന്താ പറയാ അതിന് അപ്പൂപ്പൻ താടിയുടെ ഒരു അത്ര ലെവലിലേക്ക് എത്തില്ലെങ്കിലും ചെറിയ രീതിയിൽ എത്തും. കാരണം മറ്റുള്ളവരോട് പൊറുക്കാനും ക്ഷമിക്കാനും സാരമില്ലാന്ന് വെക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇല്ലാതാവും. അതല്ല പറഞ്ഞത്. കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ നമുക്ക് പറ്റും. നമ്മളെ ചിന്തകൾ, നമുക്ക് വരുന്ന ചിന്തകൾ അനലൈസ് ചെയ്തിട്ട് കറക്റ്റ് വേയിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. അതാണ് അതിന്റെ സൊല്യൂഷൻ. എല്ലാ പരിപാടിക്കും സൊല്യൂഷൻ ഇല്ലാത്ത ഒരു കാര്യം ഇല്ല എന്ന് പറയും. ഇപ്പൊ സൊല്യൂഷൻ പുറത്തുനിന്നൊന്നും കിട്ടുന്നില്ലെങ്കിൽ അത് നമ്മുടെ അകത്തുണ്ടായിരിക്കും. ആ ഒരു വഴിയിലേക്ക് ഇറങ്ങിയാല് പിന്നെ നിങ്ങൾക്ക് വേറെ സൊല്യൂഷന് വേണ്ടി നിങ്ങൾ തപ്പണ്ട. കാരണം നിങ്ങൾ ആ ഒരു ജേണിയിലാവുമ്പോൾ പിന്നെ എല്ലാ സൊല്യൂഷൻസും നിങ്ങളിലേക്ക് സൊല്യൂഷൻ ഇങ്ങനെ നിങ്ങൾ അന്വേഷിച്ച് വരുന്ന ഒരു സിറ്റുവേഷൻസ് വരും. മറ്റേ നിങ്ങൾ സൊല്യൂഷൻ എന്തായിരിക്കും? ഓവർ തിങ്കിങ് വരുമ്പോൾ നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ചിന്തിച്ചാലും ഒരു ഒരു കാര്യമില്ലാത്ത രീതിയിലാവും. ചിന്തകൾ വരുമ്പോ അത് കാര്യമില്ല, അങ്ങനെയാവും. ഓവർ തിങ്കിങ് ഒക്കെ തോറ്റുപോകും. കാരണം നമ്മളായിട്ട് തന്നെ പറയും അത് കാര്യമുള്ളതല്ല എന്ന് പറയാൻ തുടങ്ങും. ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇതൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്, ഇതൊക്കെ ഉള്ളതാണ്. നമ്മളിപ്പോ നെക്സ്റ്റ് ജാനുവരിയിൽ ഞാൻ ഇതിന്റെ ഒരു കോഴ്സ് പോലെ തന്നെ ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫുള്ളി വർക്കിംഗ് ആയിട്ടുള്ള കാര്യം. പലരും കോഴ്സ് നടത്തുന്നുണ്ട്, ഓരോ വ്യത്യസ്ത തരത്തിലുള്ള ഹീലിംഗ് കോഴ്സുകൾ, തെറാപ്പികൾ. പക്ഷെ നമ്മൾക്ക് ഒരാളിനെ മോൾഡ് ചെയ്ത് ആ ഒരു കോഴ്സ് കഴിയുമ്പോഴത്തേനും സർട്ടിഫിക്കറ്റ് കൊടുക്കലല്ല. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവണം ആ എനിക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്, ആ ചേഞ്ചിലൂടെയാ പിന്നെ നിങ്ങൾ പോവുക എന്നുള്ളതാണ്. അതാണ് ഒരു മനുഷ്യർക്ക് വേണ്ടത്. ഇപ്പൊ കുറേ നമ്മൾ ഈ ഒരു പാത്തിലൂടെ പോകുമ്പോൾ നമുക്ക് കുറേ ഇങ്ങനത്തെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ അത് ഇതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ശരിക്കും ഏതോ ഒരു മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഇപ്പോൾ ചവറ് പോലെയാണ്, കൂണുകൾ പോലെയാണ്. കുറെ എക്സാമ്പിളും കേൾക്കും. അത് എല്ലാവർക്കും തോന്നുന്നുണ്ടോ എന്തോരം മോട്ടിവേഷൻ, എന്താ ഇപ്പൊ ഇത്ര അധികം? അത്രയും അധികം ജനസംഖ്യയുണ്ട്, അത്രയും അധികം ആൾക്കാർ ഇതിലേക്ക് വരാത്ത എത്രയോ ആളുകളുണ്ട്. നമ്മൾക്കൊരു സിറ്റുവേഷൻ വന്നാലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾക്ക് പിന്നെ മൊബൈലിൽ കിട്ടണ മെസ്സേജസ് ആ മാച്ചിങ് ആയിരിക്കും. നമ്മളൊരു വിഷമത്തിലാണെങ്കിൽ അപ്പൊ വരും നിങ്ങൾക്ക് അങ്ങനെയായിരുന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞ ആ മെസ്സേജാ വരും. അപ്പൊ നമ്മൾ മൊബൈലിന്റെ മനസ്സിലാക്കി. അതൊക്കെ ഒരു കണക്ഷനാണ്. അപ്പൊ നിങ്ങൾ ഈ വേലിക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് പിന്നെ വരുന്നത് മൊത്തമായിട്ടും ആ രീതിയിലുള്ള ആ ഒരു പാറ്റേണിലുള്ള ക്ലാസ്സുകളായിരിക്കും. അപ്പൊ നിങ്ങൾ പരമാവധി നിങ്ങൾ അത്തരം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളഞ്ഞാല് പിന്നെ നമ്മൾ വേറൊരു വേയിലാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് ഗോൾ സെറ്റ് ചെയ്യുക. ഗോൾ സെറ്റ് ചെയ്യലൊക്കെ ഇത്തരം ഇത്തരം കാര്യത്തിലൂടെയാണ് ഈ ഗോൾ സെറ്റ് ചെയ്യലൊക്കെ. നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം. അതായത് ഇന്നൊരു കാര്യം, ആ കാര്യം ഒരു ഗോൾ ഉണ്ടായിരിക്കുക. അതായത് നമ്മൾക്ക് ഒരു ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഇൻകം വെച്ച് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങണം. അതാണ് നമ്മളെ ഫോക്കസ് എങ്കിൽ നിങ്ങളെ ചിന്ത ഫുള്ള് പകലും രാത്രിയും പകലും അതിലേക്ക് ആ ഒരു ഗോളാണ് നിങ്ങൾക്ക്. അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കിയേ, ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിങ്ങളത് ഓപ്പണിംഗ് കഴിഞ്ഞിട്ടുണ്ടാവും. ഏതൊരു കാര്യം അങ്ങനെയാണ്. നിങ്ങൾക്ക് വരുന്ന നെഗറ്റീവ് തോട്ട്സ് വെറുതെ ഒരു കാര്യമില്ലാണ്ട് പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും പോവാതെ നിങ്ങൾക്ക് ഉള്ളിൽ ഒരു ആഗ്രഹം ഏതൊരു ആൾക്കും ഉണ്ടാവും. ബസ് ഓടിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാൾക്ക് ബസ് ഓടിക്കേ, അതൊക്കെ ഇപ്പൊ നടക്കണ കാര്യ? നടക്കണ്ട, ബസ് ഓടിച്ചാൽ മതി എന്ന് പറയും. അപ്പൊ അതുപോലെ അതും നടക്കും. എങ്ങനെ? നമ്മൾ അതിലേക്കുള്ള ഗോൾ സെറ്റ് ചെയ്യാൻ തുടങ്ങും. എനിക്ക് ഹെവി വെഹിക്കിൾ ഓടിക്കണം, അതിനു വേണ്ടി പിന്നെ നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങും. അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ എനിക്ക് ഗൾഫിലേക്ക് പോകണം, നമ്മൾ അവിടെ ജോലി കിട്ടാൻ എന്ത് ചെയ്യും? നമ്മൾ അതിന്റെ പിന്നിൽ ഇങ്ങനെ നിരന്തരം സെർച്ചിങ് ആണ്. നമ്മളുടെ ചിന്ത മുഴുവൻ ആ ഗോളിലേക്ക് സെറ്റായി, അതുമായിട്ട് കണക്റ്റഡ് ആയാൽ അതിനെയാണ് ഗോൾ സെറ്റ് ചെയ്യാന്ന് പറയുന്നത്. ആ ചിന്തകൾ മുഴുവൻ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ അത് നടക്കും. അത് നടക്കലാണ്. അത് എന്തൊരു കാര്യം അങ്ങനെയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്റൻഷൻ പോലെ ഇരിക്കും അതിന്റെ കാര്യങ്ങൾ. നമ്മളോട് ഈ ചിന്തകളെ കുറിച്ചിട്ട് എപ്പോഴും പറയുമ്പോൾ നമുക്ക് ഖുർആൻ തുറന്ന ഫുള്ള് കാണുക,
ചിന്തിക്കുന്നില്ലേ? ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നത് വേണ്ടിയാണ് ഇതൊക്കെ. ചിന്തിക്കുന്നില്ലേ? ഈ ചിന്തിക്കുന്നില്ലേ എന്ന് മാത്രമാണ് നമ്മളോട് കൂടുതലായിട്ട് ചോദിക്കണത് ഖുർആനിലൂടെ. അത് ആരെ കുറിച്ചാ? അയൽവാസികളെ കുറിച്ചാണോ? വീട്ടിലുള്ള മറ്റംഗങ്ങളെ കുറിച്ചാണോ? വൈഫിനെ കുറിച്ചോ, ഹസ്ബൻഡിനെ കുറിച്ചോ, മക്കളെ കുറിച്ചോ, ഇൻലോസിനെ കുറിച്ചോ, അല്ലെങ്കിൽ കൊളീഗ്സിനെ കുറിച്ചോ, പാർട്ട്നേഴ്സ്, ബിസിനസ് പാർട്ട്നേഴ്സിനെ കുറിച്ചോ? ഇതൊന്നും അല്ല ചിന്തിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ എന്ന് ഖുർആനിൽ ചോദിക്കുന്നത്. നിങ്ങള് ഉള്ളിലേക്ക് നോക്ക്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ നിങ്ങളെ ഭാര്യനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കും. അത് കുറച്ചായിരിക്കും. ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കുക, കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ പറയുന്നത് കുറച്ചായിരിക്കും. കൂടുതൽ പറയണത് നമ്മൾ ചിന്തിക്കുക ആരെ കുറിച്ചാണ്? നമ്മളെ സൃഷ്ടിപ്പിനെ കുറിച്ചും നമ്മളുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കാനാണ് നമ്മളോട് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരം ചിന്തകളിനെ നമ്മൾ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് ഇത്തരം ലൂപ്പുകളിൽ നിന്ന് പുറത്തു കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് ഇന്ന തരത്തിലാണ്. അപ്പോൾ അത്തരം സൊല്യൂഷൻസ് കണ്ടെത്തുക. ആദ്യം നമ്മളെ ചിന്തകളെ ഒന്ന് അനലൈസ് ചെയ്യുക. എന്നിട്ട് ചിന്തകൾ വരുമ്പോൾ ചെയ്യേണ്ട രീതികൾ എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഒരു ടിപ്സുകൾ പ്രയോഗിച്ചു നോക്കുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. ഇതൊക്കെ നിങ്ങളെ ചിന്തകളെ പ്രൊഡക്റ്റീവായിട്ട് ഒരു ഗോളിലേക്ക് എത്തിക്കുക. നിങ്ങൾ അതിലേക്ക് മാറുക എന്നുള്ളതാണ്. മാക്സിമം ഈ ചിന്തകൾ വരുമ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് നമ്മൾ ചെയ്ത പോലെ ഒരു ഇൻഹേൽ എക്സ്ഹേൽ ഒക്കെ എടുത്താൽ അത് ചിന്തകളെ ഒരു പരിധി വരെ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ആക്കും. ഒരു 100% ഉള്ള ഒരു ചിന്തകളാണ് വരുന്നതെങ്കിൽ അത് 30%, 20%ലേക്ക് പെട്ടെന്ന് തന്നെ കുറയും. അതുപോലെ വർക്കിംഗ് ആണ് ഈ സ്മൈലിംഗ്. ബ്രെയിനിന് കൊടുക്കുന്ന മെസ്സേജുകൾ ആയതുകൊണ്ടാണ് ആ പറയണത്. നമ്മളുടെ വീട്ടിലത്തെ ഏറ്റവും അടുത്ത നമ്മളെ മക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും സ്കൂൾ വിട്ട് ലേറ്റ് ആയാൽ നമ്മൾ എന്തൊക്കെ ചിന്തിക്കും? വരേണ്ട കറക്റ്റ് സമയത്ത് വന്നില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചിന്തിക്കും? മാക്സിമം ചിന്തിച്ചു പോയിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടത് അതുമായി കണക്ട് ചെയ്തിട്ട് ബസ്സിലാണെങ്കിൽ അതുമായി മൊത്തത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവും. അതിൽ എത്ര പോസിറ്റീവ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും? വളരെ കുറച്ച് പോസിറ്റീവാ ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പൊ നമ്മളെ ചിന്തകൾ ഭരിക്കുന്നത് തന്നെ നെഗറ്റീവ് തോട്ട്സുകളാണ്. അത് നമ്മൾ ആ വരുമ്പോ തന്നെ മനസ്സിലാക്കുക. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാല് ആ കുട്ടി എന്നെ വിളിച്ചിട്ട് പറയും, അല്ലെങ്കിൽ വേറൊരു ഫ്രണ്ടിനെ ആയിട്ട് ഇതേ മഴ കാരണം ഇന്ന സ്ഥലത്ത് കയറി നിന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ഫുഡ് കഴിക്കാൻ ജസ്റ്റ് ഒന്ന് കയറി, അവർ വിളിക്കാൻ ലേറ്റ് ആയതിന്റെ പേരിൽ നമ്മൾ ചിന്തിച്ച് ആ കുട്ടീനെ ചിലപ്പോൾ ഇല്ലാതാക്കിയിട്ടുണ്ടാവും. ഈ ലോകത്ത് നിന്ന് തന്നെ നമ്മൾ ഇല്ലാതാക്കിയിട്ടുണ്ടാവും. അത്ര പവറാണ് നമ്മളെ ചിന്തക്ക്. പോസിറ്റീവ് ഒന്നും ചിന്തിച്ചു പോയിട്ടുണ്ടാവില്ല, നെഗറ്റീവ് ചിന്തിച്ച് പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മളുടെ ബ്രെയിനെ നമ്മൾ അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. നമ്മൾ എന്നിട്ട് ചിലപ്പോൾ വിഷമിക്കും, മാനസികമായി കരച്ചിൽ വന്നിട്ടുണ്ടാവും. അപ്പോഴൊക്കെ ബ്രെയിൻ സ്റ്റോർ ചെയ്ത് വെക്കും ആ കുട്ടിക്ക് എന്തോ സംഭവിച്ചു എന്നുള്ളത്. അതവിടെ സ്റ്റോറായി സെറ്റായി എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം ചിന്തകളുടെ ലൂപ്പിൽ നിന്നിട്ട് എല്ലാ ചിന്തകൾക്കും സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ ഇല്ലാത്ത ചിന്തകൾ നിങ്ങളുടെ അകത്തും ഉണ്ട് എന്നാണ്. അപ്പൊ ഇതിലുള്ളവര് മാക്സിമം നിങ്ങൾ ഇത്തരം കാര്യങ്ങളുമായിട്ട് കണക്ട് ആവുക. ഈ ഇരിക്കുന്നവർക്കൊക്കെ ഈ ടൈമിൽ ഈ പറഞ്ഞ പോലെ കുറേ വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷേ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് എന്താ പറയാ, അത് തന്നെ നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റിയാണ്. ഞാൻ വിചാരിക്കും ആരെങ്കിലും പുതിയ ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് സമയം ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും ഒരു വാർത്ത അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു റീല് കാണുമ്പോൾ ഒക്കെ ഞാൻ വിചാരിക്കും ഇതിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് കിട്ടാനുള്ളത് ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കണം. ഈ ഫസ്റ്റ് പറഞ്ഞ empty cup എന്ന് പറയണ പോലെ ഇതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് കിട്ടാനുള്ള അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരിക്കും. നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ആരെങ്കിലുമായിട്ട് ഫോൺ ചെയ്യുമ്പോൾ അതിനൊരു ആൻസർ കിട്ടിയിരിക്കും, ഇല്ലെങ്കിൽ ഫോണിൽ നോക്കുമ്പോൾ അതിന്റെ ഒരു റിപ്ലൈ കിട്ടിയിരിക്കും. നമ്മൾ ഇങ്ങനെ അതെ, ഞാൻ എപ്പോഴും ആലോചിക്കും എങ്ങനെയാണ് ഈ ഫോൺ ഇങ്ങനെ കയ്യിൽ പിടിക്കുന്നതുകൊണ്ടായിരിക്കും ഇതിൽക്ക് ഇങ്ങനെ മെസ്സേജ് പാസ് ചെയ്യണമെന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ ആണ് അത്. അതൊക്കെ ഒരു യൂണിവേഴ്സ് കണക്ഷൻ പോലെ നമുക്കതിങ്ങനെ എവിടുന്നെങ്കിലും ഡയറക്റ്റ് ഇങ്ങനെ മുകളിൽ നിന്ന് പ്രകാശത്താൽ ഇറങ്ങി വന്നത് ഇതാണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആരും തരില്ല. സൊല്യൂഷൻ നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു തരും. അതിനുള്ള വേ ആണ് ഇപ്പൊ നിങ്ങൾ പോണ ഒരു വേ എന്ന് പറയുന്നത്. ഈ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ആ ടൂൾസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും, നിങ്ങൾക്ക് അങ്ങനത്തെ വേകൾ വരും. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു പ്രൊഡക്റ്റീവ് ആക്കി നിങ്ങളുടെ ചിന്തകളെ വെക്കാനുള്ള ഒരു ഐഡിയാസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ശരി തെറ്റൊക്കെ നമുക്ക് അനലൈസ് ചെയ്തിട്ട് എടുക്കാം. ചിന്തകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവുമല്ലോ. എല്ലാ മനുഷ്യന്മാർക്കും ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്. ബുദ്ധിയുടെ വേരിയേഷൻസ് ഉണ്ടാവും, വിവേകത്തിന്റെ വേരിയേഷൻസ് ഉണ്ടാവും. ബുദ്ധിയെ വിവേക മൂത്തതും ചോദിക്കും പണ്ട് എന്നോട് ചെറുപ്പത്തിൽ എൻ്റെ ഉപ്പ.
അപ്പൊ ഞാൻ ആലോചിക്കും ഈ ബുദ്ധിയോ വിവേകവും നിങ്ങൾ അതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിക്കൂ കേട്ടോ. മറ്റേ ഇതിലൊക്കെ കമന്റ് ചെയ്യൂ, കമന്റ് ബിലോ എന്ന് പറയണ പോലെ ഞാൻ പറയണില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ബുദ്ധിയാണോ വിവേകാണോ മൂത്തത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരെ പറയാ? എനിക്കൊന്നും ആൻസർ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ പിന്നെ നിങ്ങളോട് ചോദിക്കാലോ, ആർക്കെങ്കിലും അറിയെങ്കിൽ പറയാലോ വെച്ചിട്ട് പണ്ട് എന്റെ ഉപ്പ ചോദിക്കണതാ. ഇപ്പൊ മറന്നുപോയി, വയസ്സായി പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നാറുണ്ട് ശരിയാണല്ലോ, ബുദ്ധി വിവേകം. അപ്പൊ എനിക്ക് ഇപ്പൊ തോന്നും ബുദ്ധിയില്ല, ബുദ്ധിയില്ല. നമ്മൾ ചില ആളുകളെ നോക്കിയിട്ട് പറയാം ആൾക്ക് ബുദ്ധി ഇല്ലാത്ത ഒരാളാണെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ബുദ്ധി ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ വിവേകം ഉണ്ടായിരിക്കില്ല. കറക്റ്റ് എന്താ ചെയ്യേണ്ടതെന്നുള്ള വിവേകം ഉണ്ടായിരിക്കില്ല. ബുദ്ധി ഇല്ലാത്ത ഒരാളാണെങ്കിൽ എവിടെയാണോ കെടുക്കണം അവിടെ കെടുക്കും. എനങ്ങാനും പോലും അയാൾക്ക് കഴിയില്ലല്ലോ എന്നാ ഞാൻ ആലോചിക്കുക. കാലെടുത്ത് വെക്കണം എന്നുള്ള ബുദ്ധി അയാൾക്കില്ലേ? ഭക്ഷണം എടുത്ത് വായക്കിടണം അത് ഇല്ലേ? അപ്പൊ എനിക്ക് അതിനിപ്പോ ബുദ്ധിയുടെ പ്രശ്നമാവില്ല, അപ്പോ വിവേകത്തിന്റെ പ്രശ്നമായിരിക്കും തോന്നുന്നു. അപ്പൊ എല്ലാവർക്കും അല്ലെങ്കിൽ വിവേകം ഉണ്ടായിരിക്കും, വേരിയേഷൻസ് ഉണ്ടായിരിക്കും, മനുഷ്യന്മാരല്ലേ. അപ്പൊ നമ്മൾക്ക് ചിന്തകൾ വരുമ്പോൾ അതിനൊന്ന് അനലൈസ് ചെയ്യാൻ നമുക്ക് കഴിയുക, എന്നിട്ട് അതിനെ ഒന്ന് റൂട്ട് മാറ്റിയിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. നമ്മളുടെ മുകളിൽ ഒരു ഓറ പോലെ ഒരു ഗോൾ ഉണ്ടായിരിക്കണം. ആ ഗോളിലേക്ക് എങ്ങനെ ചിന്തിച്ചാല് വിത്തിൻ 1 മന്ത് നിങ്ങൾക്ക് അതിനൊരു ആൻസർ കിട്ടും. നിങ്ങളെ തോട്ട്സുകളൊക്കെ ആ ഗോളിലേക്ക് സെറ്റ് ചെയ്ത് പോയാൽ നിങ്ങൾക്കൊരു ആൻസർ കിട്ടും, അത് ഷുവറാണ്. പക്ഷെ നിങ്ങൾ മനഃപൂർവ്വമായിട്ട് വിചാരിക്കണം. നിങ്ങൾ അറിയാത്ത പോലെ ഇങ്ങനെ ആ കിട്ടും ഉറപ്പായിട്ടും, എനിക്ക് 1 മാസത്തിനുള്ളിൽ മാം പറഞ്ഞു എന്തോ ഒരു മാജിക് സംഭവിക്കും. ഒന്നും സംഭവിക്കാൻ പോണില്ല കേട്ടോ. ഒരു കാര്യം നിങ്ങൾക്ക് സംഭവിക്കൂല, ഇവിടെ മാജിക്കും അല്ലല്ലോ, ഒന്നും സംഭവിക്കില്ല. ഇതൊക്കെ മനഃപൂർവ്വം നിങ്ങളായിട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഈ ഒരു വഴിയിലൂടെ പോകുന്നവർക്ക് ഇപ്പൊ ഇതിലുള്ള കുറെ ആൾക്കാർ എനിക്ക് തോന്നി ഇങ്ങനത്തെ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് തോന്നാറുള്ള കാര്യം എന്താ വെച്ചാല് അത് വേറെ ഒരു നിങ്ങളെ സോളിനെ കണ്ടെത്താനുള്ള ഒരു വഴിയിലാണെന്നൊക്കെയാണ് എനിക്ക് തോന്നുക. ഈ വഴി ഇങ്ങനത്തെ ഇത്തരം ക്ലാസ്സുകളിലൂടെ പോണ ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് തോന്നും ഞാനൊരു സോളിനെ അന്വേഷിച്ചിട്ടുള്ള ഒരു യാത്രയിലാണ് ഇതിൽ ജസ്റ്റ് ഒന്ന് ഡോർ തന്ന് ഇതിനുള്ളിലേക്ക് കയറിയത്. ഇപ്പൊ അൽഹംദുലില്ലാ 16th ഡേയിലെ ഈ ഒരു ക്ലാസ് എടുക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ അൽഹംദുലില്ലാ അതിലപ്പുറം എനിക്ക് എന്താ സന്തോഷങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പൊ അത് ഇതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ എനിക്ക് വേറൊരാളെ ലൈഫിൽ നിന്ന് പറയാനില്ല, എന്റെ ലൈഫിൽ നിന്ന് ഞങ്ങളോട് പറയണത്. അല്ലാണ്ട് ഇതൊക്കെ ഒരു കുട്ടികൾ പറയണ പോലെ ഇതൊന്നും പുളുവല്ലട്ടോ എന്ന് പറയണ പോലെ ഇതൊന്നും പുളുവല്ല, ഇതൊന്നും നുണയല്ല എന്ന് പറയില്ലേ. ഇതൊക്കെ നമ്മളെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതാ. അപ്പൊ നിങ്ങൾ പോണ ഈ ഒരു വേയിൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും ഇൻഷാ അള്ളാ. അപ്പൊ നമ്മള് നിങ്ങൾക്ക് വേണ്ടവർക്ക് നമ്മളുടെ പേജ് ഫോളോ ചെയ്യുക. ഇതന്നെ പേര് ഫഹിദ ഷബീബ് എന്നുള്ള പേരിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യുക. അപ്പൊ വല്ല ക്ലാസ് അപ്ഡേഷൻസ് ഫ്രീ ക്ലാസ്സുകളൊക്കെ വരുമ്പോൾ ഈ ഒരു ക്ലാസ്സിന്റെ ക്ലാഷ് ആവാത്ത രീതിയിലാണ് ഞാൻ ക്ലാസ് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് ഒക്കെ വേണമെങ്കിൽ മിസ്സിനെ മാം ലൈക്ക് അടിക്കുന്നുണ്ട്, ബിക്കോസ് ഞങ്ങൾക്കറിയാം മാം. അപ്പോൾ എല്ലാവർക്കും അത് കിട്ടട്ടെ. പേയ്മെന്റ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, താല്പര്യമുള്ളവർ കയറുക. അപ്പോൾ അതൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കണത്. എത്രത്തോളം നിങ്ങൾക്ക് കിട്ടിയെന്ന് എല്ലാണ്ട് കിട്ടിയെന്നൊന്നും ഞാൻ പറയണില്ല, എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫീഡ്ബാക്ക് പറയാനുള്ളവരൊക്കെ ഉം, എന്താ വെച്ചാൽ പറയാം. നല്ലതാണെങ്കിലും പറയണം, മോശമാണെങ്കിലും പറയണം. മോശമാണെങ്കിൽ മടിക്കരുതെന്ന് പറയപ്പോഴും. കാരണം എന്താ വെച്ചാൽ നമുക്ക് നല്ല ഫീഡ്ബാക്ക് കുറെ ചിലപ്പോൾ ആ മാം നന്നായിട്ടുണ്ട് എന്ന് പറയണത് അത് വിചാരിച്ചാൽ എല്ലാവരും കയറി മോശം എന്ന് പറഞ്ഞാൽ എന്നെ വിഷമിപ്പിക്കരുത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജെന്യുവൻ ആയിട്ടുള്ളത് പറയാം, അപ്പോഴേ നമുക്ക് നമ്മളെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതാ പറഞ്ഞത്. ഇൻഷാല്ല ഏതെങ്കിലും നെക്സ്റ്റ് സെഷനിൽ ഇതുപോലെ സാർ ഇങ്ങനെ ഒരു ചാൻസ് തന്നാൽ ഇനി അടുത്തൊരു അടിപൊളി ടോപ്പിക് നിങ്ങൾക്കും എനിക്കും ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്ന പോലെ എൻ്റെ ഉള്ളിൽ മറ്റാളിരുന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും. ആ എന്നാലും പോയിട്ട് അയാൾ ഇരുന്ന് ആലോചിക്കുന്നുണ്ടാവും. അപ്പൊ അയാളും കൂടി കേൾക്കാനാണ് ഞാനിപ്പോ നോട്ട്സ് ഒക്കെ തയ്യാറാക്കുമ്പോൾ എനിക്കറിയാത്ത കുറെ കാര്യങ്ങളും എന്നാ പിന്നെ അതും എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അതും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാനും ഇത് ഫസ്റ്റ് ടൈം പഠിക്കുകയാണ്. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കറിയണ കുറച്ച് കാര്യങ്ങൾ ലൈഫിൽ ലൈവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ അതിൽ കൂടി സയന്റിഫിക്കലി ഉള്ള കാര്യങ്ങൾ പറയണത് ഞാനല്ല ഇത് കണ്ടുപിടിച്ചത്. അപ്പൊ നമ്മൾ അത് കണ്ടുപിടിച്ച കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് തപ്പി തെരഞ്ഞിട്ടാണ് നിങ്ങളോട് പറയണത്. അപ്പോ നിങ്ങളതിന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതും പറയുക. അപ്പോ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് പറയാൻ സന്തോഷമായിരിക്കും. അൽഹംദുലില്ലാ. അപ്പോ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന കുറച്ച് ആൾക്കാരാണെങ്കിലും നമുക്കൊക്കെ വലിയ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫൈദ മാം. ആ ഒരു 8:20 തൊട്ടുള്ള സ്റ്റാർട്ടിങ്ങിൽ പിന്നെ ആളെങ്ങനെ അലൈൻ ചെയ്ത് വരുമായിരുന്നു. ഇവിടേക്കോ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ട് എന്താ പറയാ ആ ഒരു ടോപ്പിക്കിലായിരുന്നു മാം. ഞാൻ അതായിരുന്നു നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓവർ തിങ്കിങ് ടു പ്രൊഡക്റ്റീവ് തിങ്കിങ് എന്നുള്ള ആ ഒരു ഞാൻ എടുത്ത ടോപ്പിക്കിൽ ഞാൻ കംപ്ലീറ്റ് സംസാരിക്കും എന്നുള്ള നമ്മൾ ചില ആൾക്കാരെ കൊണ്ട് പറയില്ലേ, അതായിരുന്നു ആൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്.
ഓരോരുത്തർക്കും അവരവർക്ക് കിട്ടാനുള്ളത് നമ്മൾ കിട്ടിയിട്ടുണ്ടാവും എന്ന് പറയും. ഏത് രീതിക്കായാലും മാം പറഞ്ഞിട്ടുള്ള എല്ലാം അപ്പൊ നമ്മളെ കൊണ്ട് കേൾക്കാനായാലും അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അഡോപ്റ്റ് ചെയ്യാനോ പറ്റണമെന്നില്ല. പക്ഷെ ഒരു കാര്യം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ ഞാൻ എന്റെ അടുത്ത കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആ ഒരു സ്മൈൽ തെറാപ്പി എന്ന് പറഞ്ഞല്ലോ, നമ്മൾ വല്ലാണ്ട് ഡിസ്റ്റർബ് ആവുന്ന സമയത്ത് നമ്മളൊന്ന് സ്മൈൽ ചെയ്ത് നമ്മൾ തോട്ടിനെ തന്നെ കൺട്രോൾ ചെയ്യാന്നില്ല. അപ്പൊ അത് ഞാൻ എടുത്തൊരു കാര്യം അതായിരുന്നു. അതുപോലെ തന്നെ ആള് ഇടക്ക് പറയുന്നുണ്ടായിരുന്നു, ഫ്രം ദി എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നതെന്നില്ല, എന്റെ അനുഭവത്തിൽ നിന്ന്. അത് നമുക്കിപ്പോ ആളെ കൂടെ മാഷാഅല്ലാ 3 മാസത്തിന്റെ അടുത്തായി ഞാൻ കൂടെ ഉണ്ട്, നമ്മള് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടൊക്കെ. അപ്പൊ നമുക്ക് അറിയാതെ നമുക്കത് 100% കൂടി പറയാൻ പറ്റും. നമ്മളെ സെൻസായൊക്കെ എപ്പോഴും പറയലുണ്ട്, നമ്മളെ മുന്നിലിരിക്കുന്ന ഓഡിയൻസിനോട് ഒരിക്കലും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ പറയരുത്, അതൊരിക്കലും അവർക്ക് കണക്ട് ആവില്ല. നമ്മൾ യൂണിവേഴ്സൽ എനർജി എന്നൊക്കെ പറയല്ലോ, നമ്മളൊരു ഹാർട്ട് കണക്ഷൻ ഉണ്ടാവും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ അത് നമ്മളെ ഉള്ളിൽ നിന്ന് വന്ന് പറയുന്നതായിരിക്കും. അല്ലാണ്ട് മറ്റേ ഏതെങ്കിലും ബുക്ക് നോക്കിട്ടോ അല്ലെങ്കിൽ ChatGPT നോക്കി പറയുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അപ്പൊ ആള് ചെയ്യുന്നുണ്ട് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതിന്റെ റിസൾട്ട് പോലെയാണ് ആള് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല. എന്ന് പറയുന്ന പോലെ എല്ലാം എടുക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു കാര്യം എടുക്കാം. പിന്നെ നമ്മളൊക്കെ ഓർത്ത് കിട്ടുന്ന സംഭവമാണിത്, നമ്മൾ പ്രശ്നങ്ങളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും പരിഹാരം തേടാൻ വേണ്ടി പറ്റൂല. അതങ്ങനെയാണ്, അതൊരു സത്യമാണത്. ഇപ്പൊ ഞാൻ എപ്പോഴും എനിക്ക് പ്രശ്നങ്ങളാണല്ലോ, അല്ലെങ്കിൽ ഒരു പ്രശ്നം കഴിഞ്ഞാൽ അടുത്തത്. നമ്മൾ അഭിഷേക് ഗുരുവായൂരിന്റെ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു, നമ്മളെ കയ്യിൽ കുറച്ച് പൈസ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ പറയും, പൈസ വന്ന പിന്നെ അടുത്ത പണി എന്തായാലും എനിക്ക് വരും, ഒന്നുകിൽ ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ വണ്ടിക്ക് അളവെടുക്കാൻ എന്തെങ്കിലും പണി കിട്ടും. പക്ഷെ ഈ വണ്ടിക്ക് പണി കിട്ടാനാവുമ്പോഴേക്കും എനിക്ക് പൈസ വരുന്നുണ്ടല്ലോ, ആ രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഇഷ്യൂ ഇല്ലല്ലോ. പൈസ വരുന്നത് നമുക്ക് ഇഷ്ടമാണ്, അത് ചെലവ് വരുമ്പോഴാണ് നമുക്ക് പ്രശ്നമാവും. എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. നമ്മളൊരു പ്രശ്നത്തിലാണെങ്കിലും പരിഹാരത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ പരിഹാരമായിരിക്കും നമ്മൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളെ ഫോക്കസ് അതിലേക്കാവും. അതല്ലെങ്കിൽ പ്രശ്നത്തിലാണെങ്കിൽ നമുക്ക് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അന്ന്, ഇന്നിപ്പോ മോക്ക് വയ്യാതായി, നാളെ ഇപ്പൊ നമ്മളെ ടെൻഷൻ ഇതാവും. ഇനിയിപ്പോ മൂത്താക്ക വയ്യാതായിരുന്നു, ഇനിയിപ്പോ ചെറിയാക്കും, ഇനിയിപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കാവും വയ്യാതാവുന്നത്. ഓരോരുത്തരും ചിന്തിക്കുക എന്റെ ചിന്താഗതികൾ എങ്ങനെയാണ് പോകുന്നതെന്നില്ല. നമ്മൾ ഖുർആനിൽ എല്ലായിടത്തും പറയുന്നതാണ്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം എന്നുള്ള സംഭവം. അപ്പൊ ഞാൻ ഇതിന് കുറെ കാര്യങ്ങൾ പറയുന്നില്ല. ഇനി സിനിമ എന്തായാലും അടിപൊളി ഇതിനാണ് ക്ലാസ് എടുത്തിട്ടുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു, ആ ഒരു ടോപ്പിക്കിൽ കോൺസെൻട്രേറ്റഡ് ആയിരുന്നു, കുറെ ഡിസ്ട്രാക്റ്റഡ് ആയി പോയിട്ടില്ല. അപ്പോൾ നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കാം. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ആരാണ് ഇനി ആദ്യമായിട്ട് ഫീഡ്ബാക്ക് പറയാൻ വരുന്നത്? ഫായിദ മാമിന്റെ ആരാണ് ആദ്യം വരുന്ന ആള്? പറയൂ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാട്ടോ. ആരാണ് ആദ്യം വരുന്നത് ഗൈസ്? എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കണക്ട് ആയ കാര്യോ? അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അസീന മാം പറയൂ. കൊള്ളാമായിരുന്നു. സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 എന്താ ഒരു നദി ഒഴുകുന്നത് പോലെ ഇങ്ങനെ ഓരോന്ന് വീതം അതിൽ നിന്ന് പറക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ പറയും പോലെ കഴിഞ്ഞ കാലത്തും ഇനി വരാനുള്ള കാലത്തും ജീവിക്കലാണ് കൂടുതൽ, പ്രസന്റിൽ ജീവിക്കൽ കുറവായി. അതാണ് ഒരു പ്രശ്നം. അപ്പൊ ഇതിങ്ങനെയുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ 45 കഴിഞ്ഞവർ കുറച്ചൊക്കെ മെച്യൂർഡ് ആയി തോന്നാലും കുറെ പ്രശ്നങ്ങളുടെ നടുവിലാവും. എന്തായാലും ഈ ഒരു പ്രായത്തിൽ കുറെ പ്രശ്നങ്ങൾ എവിടെന്നെങ്കിലും ഒക്കെ ഇങ്ങനെ എത്ര നമ്മൾ ഇതൊക്കെ ചെയ്തോണ്ട് പോയാലും എവിടെന്നൊക്കെയോ വന്ന് ചേരണുണ്ട്. അത് ഇതുപോലുള്ളത് കേൾക്കുമ്പോ തന്നെ ശരിയാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ബാക്കി എല്ലാവരും പറയട്ടെ. കൊള്ളാമായിരുന്നു. ഒരു 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 സുഖം ഉണ്ടായിരുന്നു. ഭയങ്കര ബഹളമല്ല, ഭയങ്കര ഒരു സുഖമുള്ള ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു അസീന മാം. ഫായിദ മാം നമ്മളെ യുണീക് എക്സിൽ ഇപ്പോഴത്തെ സ്റ്റുഡന്റ് ആണ്. നമ്മളെ ഫെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ വന്നപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഓർക്കുന്നുണ്ട്. ഇൻഷാല്ല 23-ാം ഓഫ്ലൈൻ സെഷനിൽ വരുമ്പോൾ കാണാം അസീന മാം, എന്തായാലും നിങ്ങൾക്ക് തമ്മിൽ കാണാം ഇൻഷാല്ലാ. പിന്നെ എന്തായാലും താങ്ക് യു സോ മച്ച്. ഒരു അപ്കമിങ് ട്രെയിനർ ആണ് ഇപ്പൊ സംസാരിച്ചിട്ടില്ലേ, ഇൻഷാല്ല ആൾ ഇതുപോലെ വന്ന് ക്ലാസ് ഒക്കെ എടുത്ത് അടിപൊളിയാക്കും ഇൻഷാല്ല. നെക്സ്റ്റ് ആരായിരുന്നു ഫീഡ്ബാക്ക് പറയാൻ വരുന്നത്? നമ്മൾ പേര് വിളിക്കണോ? നിങ്ങൾ എന്റെ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഹസീന മാം വന്ന പോലെ ആരായിരുന്നു നെക്സ്റ്റ്? ഷെറിൻ മാം, ബിൻസി മാം, ജസീല മാം, റമീഷ മാം, സുഹറ മാം, ഷംസിയ മാം, ഹോസിന മാം, നസീറ മാം, അജു സർ, ഷാമില മാം, ദൗലത്ത് മാം, ഫർഹാൻ സർ, നസീറ മാം, മുഹമ്മദ് ഉണ്ണി സർ, മുഹസിന ഫസാൻ. ആരായിരുന്നു? എന്തെങ്കിലും ആഡ് ചെയ്യാനില്ല?